Hi all, good afternoon everybody, good afternoon all of you. So നമ്മുടെ നീറ്റ് റിവിഷൻ മോഡലിലെ രണ്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബോട്ടണിയിലെ 2 ചാപ്റ്റേഴ്സ് ആണ്. അതിമനോഹരമായിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വെയിറ്റേജ് വരുന്ന ഈ 2 ചാപ്റ്റേഴ്സ്. പേര് രാഹുൽ ഗുപ്ത, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. സോ ചാപ്റ്ററിലേക്ക് കടക്കാം. സൂചിപ്പിച്ച പോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈ ചാപ്റ്റർ കിടക്കുന്ന ചെറിയ സെഗ്മെൻ്റ് ആയിട്ടാണ്. ആൻഡ് വളരെ എളുപ്പമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ആൻട്രീഷ്യം എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻട്രീഷ്യം കൺസിസ്റ്റ് ഓഫ് സ്റ്റെയ്മൻ എന്ന് നമുക്കറിയാം. യെസ്, സ്റ്റെയ്മന് 2 പാർട്ടുണ്ട്. ഫിലമെൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്, ആന്തർ എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ട്. ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ഈ പറയുന്ന ഫിലമെൻറ്റ് പെറ്റലുമായിട്ടും അറ്റാച്ച്ഡ് ആകാം. യെസ്, ശരിയല്ലേ? യെസ്. അപ്പോൾ പെറ്റലുമായിട്ടും അറ്റാച്ച്ഡായി കാണാറുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ തലാമസുമായിട്ടും ജനറലി അറ്റാച്ച് ചെയ്ത് കാണാറുണ്ട്. അറിയാവുന്ന കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കണം. യെസ്. സോ അങ്ങനെ ഞാൻ പറഞ്ഞു ആന്തർ ബൈലോബ്ഡ് ആണേ. ആന്തർ ഈസ് ബൈലോബ്ഡ്. ഓരോ ലോബിലും 2 തീക്കയുണ്ട് എന്നറിയാം. അതായത് 2 ക്യാവിറ്റി ഉണ്ട് എന്നറിയാം. ഗോട്ട് ഇറ്റ്. ഈ ക്യാവിറ്റിയുടെ കോർണറിലാണ് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം. രവ അല്ലേ? ഈ ക്യാവിറ്റിയുടെ ഓരോ കോർണറിലും നിങ്ങൾക്ക് മൈക്രോസ്പൊറാഞ്ചിയം കാണാൻ സാധിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന മൈക്രോസ്പൊറാഞ്ചിയം. അപ്പോൾ ഓരോ ലോബിലും നിങ്ങൾക്ക് 2 തീക്ക കാണാം. ഓരോ തീക്കയുടെയും കോർണറിൽ നിങ്ങൾക്ക് ഓരോ മൈക്രോസ്പൊറാഞ്ചിയം കാണാം. സോ അങ്ങനെയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെമിൻ്റെ ആന്തർ എന്ന് പറയുന്നത് ബൈ ലോബ്ഡ് ആണ്, ഡൈ തീക്കസ് ആണ്. ഓരോ തീക്കയുടെയും കോർണറിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയം കാണാം. വിച്ച് മീൻസ് പൊന്നു ഗുയ്സെ അവിടെ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടായിരിക്കും. അണ്ടർസ്റ്റുഡ്? വിച്ച് മീൻസ് ടെട്രാസ്പൊറാഞ്ചിയേറ്റ് കണ്ടീഷൻ. ഈ പറയുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിനെ സറൗണ്ട് ചെയ്തിട്ട് 4 ലെയർ ഉണ്ട് നമുക്കറിയാം. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ശരിയല്ലേ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ആദ്യത്തെ 3 ലെയറുകളും ആന്തറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, ഡെഹിസൻസ് കൊടുക്കുന്നു. ഗോട്ട് ഇറ്റ്? കത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ? പ്രൊട്ടക്ഷനും കൊടുക്കുന്നു, ഡെഹിസൻസും കൊടുക്കുന്നു. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ടപ്പീറ്റം എന്ന് പറയുന്ന ലെയർ ഉണ്ട്. ടപ്പീറ്റം ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റ്, ജനറലി ബൈന്യൂക്ലിയേറ്റ് ആണ്. ആൻഡ് വിച്ച് ബിക്കം മൾട്ടി ന്യൂക്ലിയേറ്റ്. യൂണിന്യൂക്ലിയേറ്റ് കണ്ടീഷനിൽ നിന്ന് ബൈന്യൂക്ലിയേറ്റ് ആവുന്നു, പിന്നെ അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയി മാറുന്നു. അതിന് കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം അല്ലേ? കാരണം എന്താ? കാരിയോകൈനസിസിനെ ഫോളോ ചെയ്തിട്ട് അവിടെ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. ദിസ് ഈസ് ദ റീസൺ വൈ നമ്മുടെ ടപ്പീറ്റം ഇസ് ബൈന്യൂക്ലിയേറ്റഡ്. ലേറ്റർ ഓൺ ദേ ബിക്കം മൾട്ടി ന്യൂക്ലിയേറ്റഡ്. നറിഷ്മെന്റ് ടിഷ്യൂ ആണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അതുകൂടി അവിടെ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞ കാര്യം അവിടെ അവസാനിപ്പിക്കുക. ഗോട്ട് ഇറ്റ്? ഒരു ആന്തർ എങ്ങായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓരോ ലോബിലും 2 കോർണറിലായിട്ട് അല്ലെ, 2 തീക്കയുണ്ട്. 2 തീക്കയുടെ കോർണറിലായിട്ട് നിങ്ങൾക്ക് യെസ് ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കാണാം. കത്തുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ കാണുന്ന മൈക്രോസ്പൊറാഞ്ചിയം കണ്ടെയ്ൻ ഹോമോജീനസ് സെൽസ്. ഒരേപോലെയുള്ള ഹോമോജീനസ് സെൽസ്. ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്, അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ലോബാണ്, സിംഗിൾ ലോബ്. കത്തി. ഈ പറയുന്ന കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസുകളെയാണ് സ്പോറോജീനസ് സെൽസ് എന്ന് വിളിക്കുന്നത്. അതിൽ ഓരോ സ്പോറോജീനസ് സെൽസുകൾക്കും ഓരോന്ന് സ്പോറോജീനസ് സെൽസാണ്. സോ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. അതിൽ ഓരോ സ്പോറോജീനസ് സെൽസുകൾക്കും പോളൻ
മദർ സെല്ലായി മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓരോ സ്പോറോജീനസ് സെൽസും ഓരോ പോളൻ മദർ സെല്ലായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ 1000 സ്പോറോജീനസ് സെൽസ് ഉണ്ടെങ്കിൽ ദേ വിൽ കൺവേർട്ട് ഇൻ ടു 1000 പോളൻ മദർ സെൽ. ഈ പോളൻ മദർ സെല്ലിന് മിയോസിസ് നടക്കും എന്നറിയാലോ, അറിയാം മിയോസിസ്. അപ്പോൾ മിയോസിസ് നടക്കുന്നെങ്കിൽ ഇത് 2n ആയിരിക്കും. അപ്പോൾ ഇത് 2n ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2n ആയിരിക്കും. ഗോട്ട് ഇറ്റ്. അങ്ങനെ അവിടെ 4 മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യും. ഈ 4 മൈക്രോസ്പോറും ഒരുമിച്ചാണ് കാണുന്നത്. സോ അതുകൊണ്ട് ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ്. മൈക്രോസ്പോർ ടെട്രാഡ് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ ഓരോ മൈക്രോസ്പോർ ടെട്രാഡിൽ കാണുന്ന ഓരോ മൈക്രോസ്പോറിൻ്റെയും പ്ലോയിഡി എഗെയിൻ NCERT ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ഈ മൈക്രോസ്പോർ ആണ്. ഇപ്പോൾ 4 മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തു. ഓരോ മൈക്രോസ്പോറും ഓരോ പോളൻ ഗ്രെയിനായി മാറും എന്നാണ് പറയുന്നത്, റൈറ്റ്. ഓരോ മൈക്രോസ്പോറും വിൽ ഡെവലപ്പ് ഇൻ ടു പോളൻ ഗ്രെയിൻ. മൈക്രോസ്പോർ പോളൻ ഗ്രെയിനായി മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം, അതായത് മൈക്രോസ്പോർ ഇരിക്കുന്ന സാക്ക്, ദാറ്റ് സഞ്ചി, ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു പോളൻ സാക്ക്. സോ മൈക്രോസ്പൊറാഞ്ചിയം കണ്ടെയ്ൻ മൈക്രോസ്പോർസ്, പോളൻ സാക്ക് കണ്ടെയ്ൻ പോളൻ ഗ്രെയിൻസ്. ഗോട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഗുയ്സേ നമുക്ക് ഒന്നും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാണ് ഒരു മൈക്രോസ്പോർ. എന്താ അതിൻ്റെ പ്ലോയിഡി? ഹാപ്ലോയിഡ് ആണ്. വെരി ഗുഡ്. ഈ പറയുന്ന മൈക്രോസ്പോർ എന്ന് പറയുന്ന സാധനം അല്ലെ, മൈക്രോസ്പോർ അണ്ടർഗോ അൺഈക്വൽ മൈറ്റോസിസ്. അവിടെ ഈക്വൽ മൈറ്റോസിസ് അല്ല, അവിടെ ഒരു അൺഈക്വൽ മൈറ്റോസിസ് നടക്കുന്നു. അൺഈക്വൽ മൈറ്റോസിസ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. അങ്ങനെ അൺഈക്വൽ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസ്പോർ ഒരു 2 സെൽഡ് കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഒരു 2 സെൽഡ് കണ്ടീഷൻ. ആ ചെറിയ സെല്ലിനെ നിങ്ങൾക്കറിയാം, ആ വലിയ സെല്ലിനെയും നിങ്ങൾക്കറിയാം. ഗോട്ട് ഇറ്റ്. ചെറിയ സെല്ലിനെ വിളിക്കുന്ന പേര് വെരി ഗുഡ് ജനറേറ്റീവ് സെൽ. ആൻഡ് ദ ലാർജ് സെൽ ഇസ് നോൺ ആസ് വെജിറ്റേറ്റീവ് സെൽ. ആൻഡ് ദിസ് ഈസ് ദ 2 സെൽഡ് കണ്ടീഷൻ. സെറ്റല്ലേ? 2 സെൽഡ് കണ്ടീഷൻ. കത്തി. ഈ പറയുന്ന 2 സെൽഡ് കണ്ടീഷൻ ഗുയ്സെ ശ്രദ്ധിച്ച് കേട്ടോ. എഗെയിൻ ഈ 2 സെൽഡ് കണ്ടീഷൻ ഇല്ലേ, അതിലെ ജനറേറ്റീവ് സെല്ലിന് എഗെയിൻ മൈറ്റോസിസ്. അരെ വാ, ശരിയല്ലേ? മൈറ്റോസിസ് നടക്കുന്നു. ഏതിന്? ആ ജനറേറ്റീവ് സെല്ലിനാണ് മൈറ്റോസിസ് നടക്കുന്നത്. ജനറേറ്റീവ് സെൽ എഗെയിൻ. അപ്പോ വെജിറ്റേറ്റീവ് സെൽ അവിടെ നോർമലി ഉണ്ട്. വെജിറ്റേറ്റീവ് സെൽ അവിടെ നോർമലി പ്രസന്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജനറേറ്റീവ് സെല്ലിന് മൈറ്റോസിസ് നടക്കുന്നു. സോ അവിടെ ഒരു 3 സെൽഡ് കണ്ടീഷൻ ഫോം ചെയ്യുന്നു. യെസ്, ഇത് വെജിറ്റേറ്റീവ് സെല്ലാ. ഇത് 2 മെയിൽ ഗ്യാമീറ്റ് ആണ്. സോ ഇതൊരു 3 സെൽഡ് സ്റ്റേജ് ആണ്. ഗോട്ട് ഇറ്റ്. 2 സെൽഡ് സ്റ്റേജും പോളൻ ഗ്രെയിൻ തന്നെയാണ്. 3 സെൽഡ് സ്റ്റേജും പോളൻ ഗ്രെയിൻ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ മെയിൽ ഗ്യാമീറ്റ് ഉള്ളത് കൊണ്ട്, അവിടെ പ്രസന്റ് ആയുള്ളത് കൊണ്ട് ഈ 3 സെൽഡ് കണ്ടീഷനെ ഞാൻ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു. ഗോട്ട് ഇറ്റ്. മെയിൽ ഗാമിറ്റോഫൈറ്റ്. സോ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന, മെയിൽ ഗാമിറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്ര മിയോസിസ്, എത്ര മൈറ്റോസിസ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മെയിൽ ഗാമിറ്റോഫൈറ്റ് അതായത് 3 സെൽഡ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്ര മിയോസിസ്, എത്ര മൈറ്റോസിസ്? മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിന് മിയോസിസ് സംഭവിക്കണം. 1 മിയോസിസ്. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ മൈക്രോസ്പോറിനും 1 മൈറ്റോസിസ് നടന്നാൽ 2 സെൽഡ് സ്റ്റേജ്, വീണ്ടും 1 മൈറ്റോസിസ് നടന്നാൽ 3 സെൽഡ് സ്റ്റേജ്. സോ ടു ഡെവലപ്പ് എ 3 സെൽഡ് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഇറ്റ് റിക്വയർ 2 മൈറ്റോസിസ് ആൻഡ് 1 മിയോസിസ്. ക്ലിയർ? ഒരു കാര്യം കൂടി നമുക്കിവിടെ പറയണം. എടാ 60% ഓഫ് ആൻജിയോസ്പേം ഇല്ലേ? 60% ഓഫ് ആൻജിയോസ്പേം ഇല്ലേ? പോളൻ ഗ്രെയിനുകൾ ആന്തറിൽ നിന്ന് പുറത്തു പോകുന്നത്, ഷെഡ് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻസുകൾ റിലീസ് ആവുന്നത് ഏത് സെൽഡ് സ്റ്റേജിലാണ്? 2 സെൽഡ് സ്റ്റേജിലാണ്. ഗോട്ട് ഇറ്റ്. എന്നാൽ 40% ഓഫ് ആൻജിയോസ്പേമുകളും പോളൻ ഗ്രെയിനുകൾ ഷെഡ് ചെയ്യുന്നത് 3 സെൽഡ് സ്റ്റേജിലാണ്. ഗോട്ട് ഇറ്റ്. 60% ഓഫ് ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻസുകൾ ഷെഡ് ചെയ്യുന്നത് 2 സെൽഡ് സ്റ്റേജിലാണ്.
ആൻഡ് 40% ഓഫ് ആൻജിയോസ്പേമുകളിലും പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്നത് 3 സെൽഡ് സ്റ്റേജിലാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു 2 സെൽഡ് കണ്ടീഷൻ പോളൻ ഗ്രെയിൻ സ്ട്രക്ചറിലേക്ക് എത്തി അല്ലേ. എക്സൈൻ ഇൻറ്റൈൻ 2 ലെയറില്ലേ ഉണ്ട്. സ്പോറോപോളിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മറ്റേത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. വെരി ഗുഡ്. ഏതിലാണ് ഡിസൈൻസും പാറ്റേൺസും കാണാൻ സാധിക്കുന്നത്? സ്പോറോപോളിൻ. അതായത് എക്സൈൻ എന്ന് പറയുന്ന ലെയറിലാണ് നിങ്ങൾക്ക് ഡിസൈൻസും പാറ്റേണുകളും കാണാൻ സാധിക്കുന്നത്. ഡിസൈൻസും പാറ്റേണും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് ഇൻറ്റൈൻ എന്ന് പറയുന്ന ലെയറിലാണ്. അറിയാം. ആരാ കണ്ടിന്യൂസ് ലെയർ? യെസ്, ഇൻറ്റൈനാ. ആരാ ഡിസ്കണ്ടിന്യൂസ് ലെയർ? യെസ്, എക്സൈനാ. അങ്ങനെയാണെങ്കിൽ എക്സൈൻ ഉള്ള ഭാഗത്ത് ചില ഭാഗങ്ങളിൽ സ്പോറോപോളിൻ ആബ്സെൻ്റ് ആണ്. ഗോട്ട് ഇറ്റ് അല്ലേ? സോ ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പറഞ്ഞോ അറിയാലോ പിന്നെന്താ, യെസ്, ജംപോർ. ഗോട്ട് ഇറ്റ്? കത്തുന്നുണ്ടോ? ദാ ഈ കാണുന്നത്, യെസ്, ഞാൻ 2 സെൽഡ് കണ്ടീഷൻ വരയ്ക്കുകയാണേ. ഈ കാണുന്നത് ഇൻറ്റയർ ലൈൻ ആണ് ആൻഡ് മുകളിൽ കാണുന്നത് എക്സൈൻ ആണ്. അപ്പോൾ 2 സെല്ലുകളുണ്ട്. ഡിഫറൻസ് ഓർക്കണം. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഡിഫറൻസും ജനറേറ്റീവ്. ആരാ വലിയ സെൽ? വെജിറ്റേറ്റീവ് സെൽ. ചെറിയ സെൽ ജനറേറ്റീവ് സെൽ. ശരിയല്ലേ? അബണ്ടന്റ് ഫുഡ് റിസർവ്സ് കാണുന്നത് ഏതിലാണ്? വെജിറ്റേറ്റീവ് സെൽ. ഗോട്ട് ഇറ്റ്? നോ സച്ച് ഫുഡ് റിസർവ്സ് ആർ പ്രസന്റ് ഇൻ ദ ജനറേറ്റീവ് സെൽ. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടിയും പറയട്ടെ. വെജിറ്റേറ്റീവ് സെൽ ഈസ് വാക്യുലേറ്റഡ്. യെസ്, വാക്യൂൾസ് പ്രസൻറ്റാ. ആൻഡ് ഇവിടെ എന്തില്ല? വാക്യൂൾസ് പ്രസൻ്റ് ആയിട്ടില്ല. കത്തുന്നുണ്ട്. യെസ്, ഗോട്ട് ഇറ്റ്? ആന്തർ പറഞ്ഞു അല്ലേ. ഫിലമെൻ്റ് ഉണ്ട്, ആന്തർ എന്ന് പറഞ്ഞു. ആന്തർ ബൈലോബ്ഡ എന്ന് പറഞ്ഞു. ഓരോ ലോബുകളിലും 2 തീക്കയുണ്ട് എന്ന് പറഞ്ഞു. തീക്കയുടെ കോർണറിൽ സർക്കുലാറായിട്ട് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് 4 വാൾലേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. 3 വാൾലേഴ്സിൻ്റെ ഫംഗ്ഷൻ അടുത്ത വാൾലെയറിൻ്റെയും ഫംഗ്ഷനും കൂടിയും പറഞ്ഞു. മൈക്രോസ്പോറോജെനസിസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാ മൈക്രോസ്പോറോജെനസിസ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. ആ മൈക്രോസ്പോറിൽ നിന്ന് മെയിൽ ഗാമിറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് മൈക്രോ ഗാമിറ്റോജെനസിസ്. കത്തി. മുന്നോട്ടേക്ക് പോവാം. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എക്സൈനും ഇൻറ്റൈനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഓർത്ത് വയ്ക്കുക. യെസ്, ക്രയോ പ്രിസർവേഷൻ. പോളൻ ഗ്രെയിൻസിൻ്റെ ഒക്കെ വയബിലിറ്റി ലോസ് ആവാതിരിക്കാൻ വേണ്ടി ക്രയോ പ്രിസർവേഷൻ. ഗോട്ട് ഇറ്റ്? ക്രയോ പ്രിസർവേഷൻ നമ്മൾ ചെയ്യുന്നത് -196 ഡിഗ്രി സെൽഷ്യസിലാണ്. ദാറ്റ് ഈസ് ലിക്വിഡ് നൈട്രജൻ. ക്രയോ പ്രിസർവേഷൻ. അതേപോലെ തന്നെ പോളൻ വൈബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ജനറ്റിക് ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കണ്ടീഷനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതും ഓർത്ത് വയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഓരോ പോളൻ വൈബിലിറ്റി പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെയും വീറ്റിൻ്റെയൊക്കെ പോളൻ വൈബിലിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. റോസേസെ, നമ്മുടെ ലെഗുമിനോസെ, അത്തരം ഫാമിലികളുടെ വൈബിലിറ്റി പീരീഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളോളം അവരുടെ വൈബിലിറ്റി പീരീഡ് നിലനിൽക്കും എന്നുള്ളൊരു കാര്യം കൂടിയും ഓർത്ത് വയ്ക്കുക. പോളൻ ഗ്രെയിൻസ്, ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. യെസ്, സോ ദാറ്റ്സ് വൈ ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് മറന്നാലും പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ് മറക്കരുത്. ക്യാൻ ക്രിയേറ്റ് പോളൻ അലർജി. സോ ഇത്തരം കാര്യം മാത്രമേ നമുക്ക് ആ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തിലേക്ക് വരുമ്പോൾ ആൻഡ്രീഷ്യം പറഞ്ഞ പോലെ കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻ, ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് പിസ്റ്റിൽ. സ്റ്റേമിന് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആന്തറും ഫിലമെൻ്റും ഉണ്ടെന്ന് പറഞ്ഞ പോലെ പിസ്റ്റിൽ കൺസിസ്റ്റ് ഓഫ് 3 റീജിയൻസ്, 3 പാർട്സ്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഗോട്ട് ഇറ്റ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയിലൊക്കെ എത്തുന്നു. അറിയാം
ഓവറിക്കകത്ത് ഗുയിസെ ഒരു ഒവേറിയൻ ക്യാവിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഓവറി, ദിസ് ഈസ് ദ ക്യാവിറ്റി നോൺ ആസ് ലോക്യൂൾ. ഈ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാ ഗുയിസെ ലോക്യൂൾ. ലോക്യൂൾ ലോക്യൂൾ ഗോട്ട് ഇറ്റ്. ഇനി നമ്മൾ പറയും ഇവിടെ ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ, കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് പ്രസന്റ് ഇൻ ദ ഒവേറിയൻ ക്യാവിറ്റി നോൺ ആസ്, ഉത്തരം വരട്ടെ, നോൺ ആസ് പ്ലാസെന്റ. അല്ലേ? രവ പ്ലാസെന്റ ആണല്ലോ ഗുയിസെ, ആണല്ലോ. ഈ പ്ലാസെന്റയിലാണ് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒവ്യൂൾ. ഒവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു പ്ലാസെന്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിൻ്റെ സഹായത്തോടു കൂടി ദേ ആർ അറ്റാച്ച്ഡ് ടു പ്ലാസെന്റ. അപ്പോൾ ഈ റെഡിൽ കാണുന്നതാണ് ഗുയിസെ ഒവ്യൂൾ. ഒവ്യൂൾ ഒവ്യൂൾ കത്തുന്നുണ്ടോ? ഒവ്യൂൾ. ഒവ്യൂൾ ഈസ് ഓൾസോ നോൺ ആസ് ദാറ്റ് ഈസ് മെഗാസ്പൊറാഞ്ചിയം. ശരിയല്ലേ? ഒവ്യൂൾ ഈസ് ഓൾസോ നോൺ ആസ് മെഗാസ്പൊറാഞ്ചിയം. സർ, മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, മൈക്രോസ്പൊറാഞ്ചിയം സ്ട്രക്ചറും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യും? മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബോർഡാണ് നമ്മുടെ ഓവറി വോൾ എന്ന് വിചാരിക്കുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇവിടെ ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഐ ആം ദ ഓവ്യൂൾ, ഞാനാണ് ഓവ്യൂൾ എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഐ ആം അറ്റാച്ച്ഡ് ദിസ്, ശരിയല്ലേ? എങ്ങോട്ടേക്ക്? പ്ലാസെന്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ആ സ്റ്റോക്കിനെ വിളിക്കുന്ന പേര് ഫ്യൂണിക്കിൾ. ഗോട്ട് ഇറ്റ്? സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാ ഫ്യൂണിക്കിൾ. സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ വിളിച്ചൂടെ? സ്റ്റോക്ക് ഓഫ് ദി ഓവ്യൂൾ ദാറ്റ് ഈസ് നോൺ ആസ് ഫ്യൂണിക്കിൾ. അറിയാം അല്ലേ? ഇനി നോക്കണേ, ഇതാ സ്റ്റോക്ക് ആൻഡ് ദിസ് ഇസ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കും ഈ ഓവ്യൂളും വന്ന് ഫ്യൂസ് ചെയ്യുന്ന റീജിയൻ ഉണ്ടല്ലോ. അപ്പോൾ ഓവ്യൂളും സ്റ്റോക്കും ഫ്യൂസ് ചെയ്യുന്ന റീജിയൻ പറഞ്ഞോ ദ ജംഗ്ഷൻ രവ ദാറ്റ് ഈസ് ഹൈലം. ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാ ഹൈലം. കത്തി. ഓവ്യൂളിന്റെ എൻവലപ്പുകളെ വിളിക്കുന്ന പേര് പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് ആർ നോൺ ആസ് ഇന്റഗുമെന്റ്സ്. എൻവലപ്പുകളെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്മെന്റ്സ്. എഗെയിൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ഇന്റഗ്മെന്റ്സ് എവിടെ നിന്ന് വരുന്നു? Arising from the chalaza. Got it? ചലാസയിൽ നിന്നാണ് വരുന്നത്. ചലാസ which is represented as the basal part of the ovule. അതേപോലെ തന്നെയാണ് നമുക്ക് ചലാസ എന്ന് പറയുന്ന ബേസൽ പാർട്ട് ഓഫ് ദി ഓവ്യൂൾ എന്ന് പറയാം. ബേസൽ പാർട്ട് ഓഫ് ദി ഓവ്യൂൾ, റൈറ്റ്? ഫ്രം വേർ ദ ഇന്റഗ്മെന്റ്സ് സ്റ്റാർട്ട് അറൈസിങ്. ഇന്റഗ്മെന്റ്സുകൾ വരുന്നത് ചലാസൽ റീജിയനിൽ നിന്നാണ്. ഇപ്പോൾ ബേസൽ പാർട്ടാണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാ കണക്ട് ചെയ്യടാ മൈക്രോപൈൽ. ഗോട്ട് ഇറ്റ്? എൻ്റെ പൊന്നു ഗുയിസേ, ഇതിലൂടെ അല്ലേ ജെർമിനേഷൻ സമയത്ത് ഓക്സിജന്റെയും വാട്ടറിൻ്റെ ഒക്കെ എൻട്രി നടക്കുന്ന പോയിന്റ്സ്. ദാറ്റ് ഈസ് മൈക്രോപൈൽ. മെഗാസ്പൊറാഞ്ചിയമാണ് ഓവ്യൂളെങ്കിൽ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മാസ് ഓഫ് സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ആന്തർ എങ്ങായിരിക്കുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മാസ് ഓഫ് സെൽസ് ഉണ്ടായിരുന്നു, റൈറ്റ്? നോൺ ആസ് സ്പോറോജീനസ് ടിഷ്യൂ. അതേപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് കാണുന്ന മാസ് ഓഫ് സെൽസ് ന്യൂസെല്ലസ്. മാസ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് നിങ്ങൾ സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എനിക്ക് പറയാം മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറോജീനസ് ടിഷ്യൂ 2N ആണേ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ ന്യൂസെല്ലസിൽ നിന്നാണ്, ന്യൂസെല്ലസ് ആണ് ദേ ആക്ടാസ് അല്ലേ, കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. ന്യൂസെല്ലസ് ദേ ആക്ടാസ് മെഗാസ്പോർ മദർ സെൽ, മെഗാസ്പോർ മദർ സെൽ അഡാക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, സർ അവിടെ 1000 സ്പോറോജീനസ് സെൽസ് ഉണ്ടായിരുന്നു, ഓരോ സ്പോറോജീനസ് സെൽസും പോളൻ മദർ സെല്ലായി മാറും എന്നല്ലേ പറഞ്ഞത്? അല്ലേ, എന്നല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേ ന്യൂസെല്ലസ് ഒരു 1000 ന്യൂസെല്ലസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ന്യൂസെല്ലസ് മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? മെഗാസ്പോർ മദർ സെല്ലായി മാറുള്ളൂ. കത്തി. മെഗാസ്പോർ മദർ സെല്ലിന് മുമ്പ് ഒരു സ്റ്റേജും കൂടിയുണ്ട്. NCERT എവിടെ തപ്പിയാലും കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. സമ്മറി തപ്പിക്കോ ഗുയിസേ, സമ്മറി തപ്പിക്കോ. ആർക്കിസ്പോറിയം തപ്പിക്കോ, സമ്മറി തപ്പിക്കോ, കിട്ടും. ആർക്കിസ്പോറിയം. ഇപ്പം ന്യൂസെല്ലസ് ഒരു ആർക്കിസ്പോറിയൽ സെല്ലായി മാറുന്നു, ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ആർക്കിസ്പോറിയൽ സെല്ലായിട്ട് മാറുന്നു. എഗെയിൻ വിച്ച് കൺവേർട്ടഡ് ഇൻ ടു ബിക്കം മെഗാസ്പോർ മദർ സെൽസ്. അപ്പോൾ ഒരു ന്യൂസെൽസ് മാത്രമാണ് ആർക്കിസ്പോറിയായി മാറുന്നത്. ആർക്കിസ്പോറിയൽ സെൽസ് ആണ്, ആർക്കിസ്പോറിയമാണ് പിന്നീട് മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നത്. ഇനി നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന പോലെ മിയോസിസ് നടന്നോട്ടെ, മിയോസിസ്. ഒരു മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നാൽ അറിയാവുന്ന കാര്യം അല്ലേ? 4 മെഗാസ്പോർ, 1 2 3 കത്തി. 4 മെഗാസ്പോറിലെ 3 മെഗാസ്പോർ അണ്ടർഗോ ഡീജനറേഷൻ. ഒരു മെഗാസ്പോർ മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ്, ബാക്കി 3 ഡീജനറേഷൻ സംഭവിക്കും. നോൺ ആസ് ഫങ്ഷണൽ മെഗാസ്പോർ. This process is known as മെഗാസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനസിസ്. കത്തി. ഈ പറയുന്ന ഫങ്ഷണൽ മെഗാസ്പോർ ഗുയിസേ ഒരു മൈറ്റോസിസ്, ഗോട്ട് ഇറ്റ്. വീണ്ടും മൈറ്റോസിസ്, അപ്പൊ 2 ഗുയിസേ, 3ാമത്തെ മൈറ്റോസിസ്. ഈ മൈറ്റോസിസിലെല്ലാം കാരിയോകൈനസിസ് മാത്രമാണുള്ളത് കേട്ടോ. കാരിയോകൈനസിസ്. സൈറ്റോകൈനസിസ് ഇല്ല, വെറും കാരിയോകൈനസിസ് മാത്രമാണുള്ളത്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഒരു സെല്ലിന് കാരിയോകൈനസിസ് നടക്കുമ്പോൾ അവിടെ, അതായത് ഒരു സെല്ലിലെ ഒരു ന്യൂക്ലിയസിന് അവിടെ കാരിയോകൈനസിസ് നടക്കുകയാണ്. സോ അവിടെ 2 ന്യൂക്ലിയസ്, രവ, വീണ്ടും 2 4, വീണ്ടും 2, മൊത്തം 4 അല്ല കേട്ടോ, ഒരു ന്യൂക്ലിയസ് 2 2 4 4 8. യെസ്, അങ്ങനെ അവിടെ ഒരു 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്യാണ്. അതിനോടൊപ്പം ഇപ്പോൾ 8 ന്യൂക്ലിയർ സ്ട്രക്ചർ ഫോം ചെയ്തു. അതിന് അവസാനമാണ് അവിടെ എന്ത് നടക്കുന്നത്? സെൽ വാൾ ഫോർമേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രക്ചർ, ഇതൊന്നും ഞാൻ പറയുന്നു വേണ്ട, എല്ലാം നിങ്ങൾക്ക് കറക്റ്റാക്കി അറിയാവുന്ന കാര്യമാണ്. 8 ന്യൂക്ലിയേറ്റഡ്, ശരിയല്ലേ? എത്ര സെൽഡ്? യെസ്, 7 സെൽഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. പേര് പറ. യെസ്, ദ സ്ട്രക്ചർ ഈസ് നോൺ ആസ് embryo sac, which contain female gamete, egg, and that's why we can call it as female gametophyte. അപ്പോൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഉണ്ടാവണമെങ്കിൽ 3 മൈറ്റോസിസ് നടക്കണം. 3 മൈറ്റോസിസ് നടക്കണം ആൻഡ് ഒരു മിയോസിസ് നടക്കണം. കമ്പയർ ചെയ്ത് പഠിക്കണേ, രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണേ, എങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഫീമെയിൽ ഗാമിറ്റ് ഉണ്ടായിക്കോട്ടെ. അതിനൊരു പേര് വിളിക്കാമല്ലോ, നോൺ ആസ് മെഗാഗാമിറ്റോജെനസിസ്. ഗുയിസ് അണ്ടർസ്റ്റുഡ്. മെഗാഗാമിറ്റോജെനസിസ് എന്തൊക്കെ രസകരമായിട്ടുള്ള ടേമാ. മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, മൈക്രോഗാമിറ്റോജെനസിസ് ആൻഡ് മെഗാഗാമിറ്റോജെനസിസ്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഗോട്ട് ഇറ്റ്. ഓവ്യൂള് കുറേ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ഉണ്ട്, നമുക്കറിയാം. കുറേ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ഉണ്ട്. 80% ഓഫ് ആൻജിയോസ്പേമുകളിലും കാണുന്ന ഓവ്യൂൾ, 80% ഓഫ് ആൻജിയോസ്പേമുകളിലും കാണുന്ന ഓവ്യൂൾ പറ. ഹേ പറന്നേ. ദാറ്റ് ഈസ് അനാട്രോപ്പസ് ഓവ്യൂൾ അല്ലേ ഗുയ്സേ? അനാട്രോപ്പസ് ഓവ്യൂൾ, അനാട്രോപ്പസ് ഓവ്യൂൾ. സെറ്റല്ലേടാ, സെറ്റല്ലേ? അനാട്രോപ്പസ് ഓവ്യൂൾ കേട്ടോ. സർ, അവിടെ ആൻഡ്രീഷ്യം കഴിഞ്ഞു നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ ഗൈനീഷ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, ശരിയല്ലേ? മെയിൽ ഗ്യാമീറ്റും അവിടെ ഡെവലപ്പ് ചെയ്തു, ഫീമെയിൽ ഗ്യാമീറ്റും അവിടെ ഡെവലപ്പ് ചെയ്തു. ഗോട്ട് ഇറ്റ്. ആൻജിയോസ്പേമിൻ്റെ പ്രത്യേകതയാണ് ഗുയ്സെ, മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും നോൺ മോട്ടൈല. കണ്ടുമുട്ടണം, പിന്നീട് ഏറ്റുമുട്ടണം. ഗോട്ട് ഇറ്റ്. ആ കണ്ടുമുട്ടാൻ, ആ ഒരു ഫേസ് ചെയ്യാൻ ഒരേ ഒരു പ്രോസസ്സാണ് സഹായിക്കുന്നത്. ഒരേ ഒരു പ്രോസസ്സാണ് സഹായിക്കുന്നത്. ഏത് പ്രോസസ്? പറടാ. ദാറ്റ് ഈസ് ഇവരെ മീറ്റ് ചെയ്യിക്കാൻ സഹായിക്കുന്ന പ്രോസസ്. കട്ടയ്ക്ക് പറഞ്ഞോ? ദാറ്റ് ഈസ് പോളിനേഷൻ. ഒരു ചാപ്റ്റർ പഠിപ്പിക്കുകയല്ല മെയിനിൽ ഉദ്ദേശം. ആ ചാപ്റ്ററിലുള്ള കണ്ടന്റ് എങ്ങനെ മനസ്സിലേക്ക് ഓർത്തു വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാത്ത ഒരു കണ്ടന്റും ഞാനിവിടെ എക്സ്ട്രാ പറയില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുക എന്നല്ല, ആ ചാപ്റ്ററിലുള്ള കണ്ടന്റ് എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഓർത്ത് വെക്കാം. ദാറ്റ്സ് ഓൾ. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിൽ ഗ്യാമിറ്റ് ഉണ്ടായി, ഫീമെയിൽ ഗ്യാമിറ്റ് ഉണ്ടായി, കണ്ടുമുട്ടണം, പിന്നീട് ഏറ്റുമുട്ടണം. സോ കണ്ടുമുട്ടേണ്ട പ്രോസസ്, ദാറ്റ് ഈസ് പോളിനേഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. പോളിനേഷൻ അറിയാലോ, 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണുള്ളത്. ആരും ശ്രദ്ധിക്കാത്ത കാര്യം, ആരും എന്നല്ല, ശ്രദ്ധിക്കാത്ത കാര്യം, 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ്. അറിയാലോ. ഏതൊക്കെയാ? ഓട്ടോഗമി, കത്തി. ജീറ്റനോഗമി, കത്തി. സീനോഗമി. ഗോട്ട് ഇറ്റ്. ഓട്ടോഗമി, ഗെയ്റ്റനോഗമി, സീനോഗമി. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നേ. ശരിയാ, പറയുന്നില്ല. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഓട്ടോഗമി ഒരു ഫ്ലവറിൽ തന്നെ നടക്കുന്നു. ഗോട്ട് ഇറ്റ്. ഗെയ്റ്റനോഗമി 2 different flowers of the same plant. 2 different flowers of the same plant. ഇപ്പോൾ ഫങ്ഷണലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രോസ് പോളിനേഷനാണ്. പക്ഷെ ജെനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിൽ 2 വ്യത്യസ്ത ഫ്ലവർ അല്ലേ? സോ ജീനോടൈപ്പ് സെയിം ആയിരിക്കും. ഗോട്ട് ഇറ്റ്. അപ്പോൾ ജെനറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓട്ടോഗമി തന്നെ ആയിരിക്കും. പൊന്നു ഗോയ്സെ പഠിച്ചു വെച്ചോ, സീനോഗമി. 2 different flowers of the 2 different plants of same species. 2 different flowers of the 2 different plants of the same species known as സീനോഗമി ട്ടോ. എടാ, എന്തിൻ്റെ ബേസിലാന്നും കൂടെ ഓർത്ത് വെച്ചോ. 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ. ദാറ്റ് ഈസ് pollen based on the pollen source. Based on the pollen source. കത്തി എന്ന് വിചാരിക്കുന്നു. കത്തി. ഓട്ടോഗമി ഉണ്ട്, ഗേറ്റ്നോഗമി ഉണ്ട്, സീനോഗമി ഉണ്ട്. ഇത് പോളൻ സോഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒന്നും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളവിടെ ഓട്ടോഗമിയുടെ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലവർ എ ഫ്ലവർ വിച്ച് പോസസ് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റേമൻ, ദാറ്റ് ഈസ് ആ ഫ്ലവർ ചാസ്മോഗ്യാമസ് ആണ് എങ്കിൽ, എ ഫ്ലവർ വിച്ച് പോസസ് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റേമൻ, ആന്തറും എക്സ്പോസ്ഡ് ആണ്, സ്റ്റേമനും എക്സ്പോസ്ഡ് ആണ്. അതായത് ചാസ്മോഗ്യാമസ് ഫ്ലവറിൽ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് റെയറാണ്.
ഒരു ഫ്ലവർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്നാൽ അവിടെ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് വളരെ റയറാ. കത്തി. ഒരു ഫ്ലവർ ഇങ്ങനെ ഏത് സമയം ഓപ്പൺ ആയിരുന്നാൽ അവിടെ ഓട്ടോഗമി നടക്കണം എന്നുള്ളൊരു ഓട്ടോഗമിയെ നടക്കൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്. അപ്പോൾ ചാസ്മോഗ്യാമസ് ഫ്ലവറുകളിൽ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് വളരെ റെയറാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം, സാർ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ്? കേട്ടോ ഈ രണ്ട് പാർട്ടും അടുത്തിരിക്കണം. ആരാ? നമ്മുടെ ആന്തറും അല്ലേ? ശരിയല്ലേ? ആന്തറും ആ സ്റ്റിഗ്മയും തൊട്ടടുത്തിരിക്കണം. ഗോട്ട് ഇറ്റ്. തൊട്ടടുത്തിരുന്നാൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം കൂടിയും പറയട്ടെ, ആന്തറും സ്റ്റിഗ്മയും അടുത്തിരുന്നാൽ മാത്രം പോരാ, അവർ രണ്ടു പേരും ഒരുമിച്ച് മെച്ചുറാകണം. ഗോട്ട് ഇറ്റ്. മെച്ചുറായാൽ അവിടെ എന്ത് നടക്കും? സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആന്തറും സ്റ്റിഗ്മയും അടുത്തിരിക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആന്തറും സ്റ്റിഗ്മയും ഒരുമിച്ച് മെച്ചുറാവണം, അത് അടുത്ത കാര്യം. അതിനൊക്കെ ഒരു സയന്റിഫിക് ടേം ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്കതൊന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ NCERT ടെക്സ്റ്റിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് ടൈമിലാണ് മെച്ചുർ ആവുന്നെങ്കിലോ അവിടെ ഓട്ടോഗമി നടക്കില്ല. പിന്നെ എന്ത് നടക്കും? അവിടെ ഓട്ടോഗമി നടക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് നടക്കും? അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് നടക്കും? ആൻഡ് ദാറ്റ് ഈസ് ക്രോസ് പോളിനേഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ നിന്ന് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള കണ്ടീഷൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള കാര്യം കൂടിയും പറഞ്ഞു പോവാം. ക്രോസ് പോളിനേഷൻ നടക്കാൻ ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് ടൈമിലാണ് മെച്ചുറാവുന്നത്. മെച്ചുറാകുന്നത് ഡിഫറെൻറ്റ് ടൈമിലാണ്. എടാ വല്ലതും കത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, ഇല്ലെങ്കിലും പറയണം. സോ ഡിഫറെൻറ്റ് ടൈമിലാണ് മെച്ചുറാവുന്നത്, ശരിയല്ലേ? സോ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല സാർ, അവിടെ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കൂ. ഒരു ഫ്ലവർ തുറന്നു വെച്ചാൽ ഓട്ടോഗമി നടക്കാനുള്ള ചാൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഫ്ലവറെ നമുക്ക് അടച്ചു വെക്കാം. That is, such flower is known as Cleistogamous flowers. Cleistogamous flower എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓർണം, Cleistogamous flowers present in Viola, Oxalis and Commelina. അങ്ങനെ 3 പേരുകൾ ഏത് സമയവും ഓർമ്മ വരണം കേട്ടോ. വയോല, കൊമലീന, ഓക്സാലിസ്. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിൽ ചോദ്യം ഉണ്ടോ, സർ ഈ 3 പ്ലാന്റുകളും ക്ലീസ്റ്റോഗാമസ് മാത്രമാണോ പോസസ് ചെയ്യുന്നത്? നെവർ. ദേ പോസസ് ബോത്ത് ക്ലീസ്റ്റോഗാമസ് ആൻഡ് ചാസ്മോഗാമസ്. കത്തി. അങ്ങനെയാണെങ്കിൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കണം. ചാസ്മോഗാമസ് ഫ്ലവേഴ്സിൻ്റെ പൊസിഷനും ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് മെച്ചുർ ആവുന്നത്. അങ്ങനെ മാത്രമല്ല, ഈ ഡിഫറെൻ്റ് പൊസിഷൻ ആണെങ്കിലോ അവിടെയും നടക്കൂല. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ദാറ്റ് ഈസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഗുയ്സേ, ദാറ്റ് ഈസ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. എൻ്റെ അമ്മേ, സെൽഫ് incompatibility. Got it? Incompatibility. This is a genetic mechanism. അങ്ങനെയല്ലേ ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? സെയിം ഫ്ലവറിലെ പോളൻ they will not accept. ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി വെദർ ജെർമിനേറ്റ് ചെയ്താലും പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ ഗ്രോ ചെയ്യില്ല. ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ആണെങ്കിലും സമ്മതിക്കില്ല. പിന്നെ they will accept only the pollen from the
another plant of the same species. കാരണം ഇൻബ്രീഡിങ് നടക്കരുത്. ഇൻബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ 4 ഡിവൈസസുകളെ എന്തിനു വേണ്ടി സഹായിക്കുന്ന ഡിവൈസസ്? ദാറ്റ് ഈസ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. ഡിഫറെൻറ്റ് ടൈമിൽ മെച്ചുർ ആയി കഴിഞ്ഞാൽ ക്രോസ് പോളിനേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫ്ലവേഴ്സുകൾ ഓൾവേസ് ക്ലോസ്ഡ് ആണെങ്കിൽ ശരി, ഡിഫറെൻറ്റ് പൊസിഷനിലാണെങ്കിൽ യെസ്. ആൻഡ് ദ ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. സെയിം ഫ്ലവറിലെ പോളൻ വന്ന് ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അക്സെപ്റ്റ്. It will only accept the pollen from the another plant of the same species. ഒന്നുകൂടി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പോളിനേഷൻ നടത്തുന്ന പോളിനേഷൻ ഏജൻസുകളെ കുറിച്ച് പഠിക്കാൻ നമുക്കുണ്ട്. പ്രധാനമായിട്ടും 3 പോളിനേറ്റിംഗ് ഏജൻസുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ശരിയല്ലേ? ഏതൊക്കെയാ? വിൻഡ് വഴിയുള്ള പോളിനേഷൻ, വാട്ടർ വഴിയുള്ള പോളിനേഷൻ, ദെൻ സൂഫിലി അതായത് അനിമൽസ് വഴിയുള്ള പോളിനേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഏജൻസ് ഫോർ പോളിനേഷൻ നടത്തൊരു ടോപ്പിക് കാണാം നിങ്ങൾക്ക്. ഏജൻസ് ഫോർ പോളിനേഷൻ. ശരിയല്ലേ? ഏജൻസ് ഓഫ് പോളിനേഷൻ. ബയോട്ടിക് ഏജൻസ് ഉണ്ട് അല്ലേ? സിമ്പിൾ. ബയോട്ടിക് ഏജൻസ് ഉണ്ട്, എബയോട്ടിക് ഏജൻസും ഉണ്ട്. ബയോട്ടിക് ഏജൻസും ഉണ്ട്, അബയോട്ടിക് ഏജൻസും ഉണ്ട്. ബയോട്ടിക് ഏജൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആകെ പറയാനുള്ളത് അനിമൽസ് ആണ്. അനിമലുകളിൽ തന്നെ മെയിൻലി ഇൻസെക്ട്സ് ആണ്. ഇൻസെക്റ്റിൽ തന്നെ മെയിൻലി ആരാ ഹണി ബി അല്ലേ? രവ, ഹണി ബി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം ഹാപ്ലോ ഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഹണി ബി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരണം മനസ്സിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ ഓർമ്മ വരണേ. അബയോട്ടിക് ആയിട്ടുള്ള 2 ഏജൻസ് ഏതൊക്കെയാ? വിൻഡുണ്ട്, തണ്ണി, വാട്ടർ. വിൻഡ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുകളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് മറക്കരുത്, ഓർക്കണം. വാട്ടർ വഴി പോളിനേറ്റ് ചെയ്യുന്ന അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ബയോട്ടിക് അനിമൽ അല്ലെങ്കിൽ ഇൻസെക്റ്റ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓർത്ത് വയ്ക്കും എന്ന് വിചാരിക്കുന്നു. വിൻഡ് വഴിയാണെങ്കിൽ ആന്തേഴ്സ് എക്സ്പോസ്ഡ് ആയിരിക്കും. എങ്കിലല്ലേ കാറ്റൊക്കെ വരുന്ന സമയത്ത് ആന്തർ ഇങ്ങനെ പോകാൻ പറ്റും, ആന്തറിൽ നിന്ന് പോളെങ്ങനെ പുറത്തിടാൻ പറ്റുന്നത്. എക്സ്പോസ്ഡ് ആന്തർ. സ്റ്റിഗ്മ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് വെരി ലാർജ് അല്ലേ? പോളനെ സ്വീകരിക്കണം നമുക്ക്, റൈറ്റ്? യെസ്. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആണോ? സ്റ്റിക്കി ആണോ? അല്ല, നോൺ സ്റ്റിക്കിയ. സ്റ്റിഗ്മയോ? സ്റ്റിക്കിയ. കാരണം വരുന്ന പോളിനോടെ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്പർ ഓഫ് ഓവ്യൂൾ. ഒരൊറ്റ ഓവ്യൂൾ മാത്രമേ കാണാൻ സാധിക്കൂ. അത് ഓവ്യൂൾസിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നൊരു മെക്കാനിസമാണ്, ഓർത്ത് വയ്ക്കാം. വാട്ടർ വഴി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുകളുടെ പ്രത്യേകത, ഗുയ്സെ 2 ടൈപ്പ് ഓഫ് പോളിനേഷനുണ്ട്. വാട്ടറിൻ്റെ സർഫസ്, ബിലോ. എപ്പി ഹൈഡ്രോഫിലി ആൻഡ് ഹൈപ്പോ ഹൈഡ്രോഫിലി. ഓർക്കുന്നു വിചാരിക്കുന്നു. വാട്ടർ വഴി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ പോളൻ ഗ്രെയിൻസിന് ചുറ്റും ഒരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. യെസ്.
ഇൻസെക്റ്റ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുകൾ എന്താ? ഇൻസെക്റ്റ് കാണാൻ വേണ്ടിയിട്ട്, ഇൻസെക്റ്റിനെ കോൺസ്പീക്കസ് ആവാൻ വേണ്ടി, വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ ഫ്ലവേഴ്സുകളെല്ലാം കൂടിച്ചേർന്ന് ഒരു ക്ലസ്റ്റർ ആയിട്ട്, ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് കാണുന്നു എങ്കിലല്ലേ അവർക്ക് വിസിബിലിറ്റി കിട്ടൂ. പോളൻ റിവാർഡ് കൊടുക്കുന്നു ഇൻ ടേംസ് ഓഫ് നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ്. ഓൾസോ പോളൻ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് they are giving a specific place or a safe place to lay eggs. മുട്ടയിടാനുള്ള, എഗ്ഗ് ലേ ചെയ്യാനുള്ള സൈറ്റ് കൊടുക്കുന്നു. അതും പോളൻ റിവാർഡാ. ഗോട്ട് ഇറ്റ്. സോറി, അതും ഫ്ലോറൽ റിവാർഡാണ്, പോളൻ റിവാർഡല്ല, അത് ഫ്ലോറൽ റിവാർഡാണ്. അപ്പോൾ ഇത് മൂന്നും ഫ്ലോറൽ റിവാർഡാണ്. നെക്ടർ കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡാണ്, അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻ കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡാണ്. സേഫ് പ്ലേസ് ടു ലേ എഗ്സ്, ഫ്ലോറൽ റിവാർഡ്. പോളൻ റോബേഴ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. പോളിനേഷൻ നടത്താതെ പോളൻ ഗ്രെയിൻസും അല്ലെങ്കിൽ നെക്ടർ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. ദേ ആർ കോൾഡ് പോളൻ റോബേഴ്സ്. അപ്പോൾ ആ ഏരിയ ഒക്കെ നമ്മൾ അങ്ങ് കവർ ചെയ്ത് ആ ഏരിയയിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നൊരു ഭാഗം കാണും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാരണം നമ്മൾ സെൽഫ് പോളിനേഷന് സഹായിക്കുന്ന പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. മനസ്സിലാവുന്നുണ്ടോ? കത്തുന്നുണ്ടോ? ഒറ്റ മിനിറ്റ്, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. കത്തിയാൽ മാത്രം പോരട്ടോ, ആളണം നല്ല പോലെ. മുന്നോട്ട് വാ, കൂടെ വരണേ. We are going to discuss a very important topic, that is pollen pistil interaction. We are discussing about pollen pistil interaction. Very important. എൻ്റെ ഗുയിസേ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമോ? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ശ്രദ്ധിച്ച്, എല്ലാം ഞങ്ങൾക്കറിയാം എന്നല്ലേ? എനോ എന്നാലും പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. പോളൻ വന്നേ. യെസ്, പോളൻ വന്നു. ശരിയല്ലേ? പോളൻ വന്നു. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് ആയിട്ട് നമുക്ക് തിരിക്കാം. എടാ ഗുയിസ, അവിടെ കോമ്പാറ്റിബിൾ പോളൻ എന്ന് പറയുന്ന ഒരു പോളൻ ഉണ്ട്. കോമ്പാറ്റിബിൾ പോളൻ എന്താ ഗുയിസ? കോമ്പാറ്റിബിൾ പോളൻ കട്ടയ്ക്ക് പറ. അതേപോലെ തന്നെ ഇൻകോമ്പാറ്റിബിൾ പോളൻ, കോമ്പാറ്റിബിൾ പോളൻ ആൻഡ് ഇൻകോമ്പാറ്റിബിൾ പോളൻ കട്ടയ്ക്ക് പറ. കോമ്പാറ്റിബിൾ പോളൻ ആൻഡ് ഇൻകോമ്പാറ്റിബിൾ പോളൻ. എൻ്റെ ഗുയിസ, കോമ്പാറ്റിബിൾ പോളൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ടൈപ്പ് പോളൻ. ദ കറക്റ്റ് പോളനെ വിളിക്കുന്ന പേരാണ്, that is called compactable pollen, and incompatible pollen means it's called wrong type of pollen. അല്ലേ? ഇൻകോമ്പാറ്റിബിൾ പോളിനെ വിളിക്കുന്ന പേരാണ് wrong type. ഡിഫറെൻറ്റ് സ്പീഷ്യസ് ആണ് എങ്കിൽ I can call it as incompatible pollen. ആണ് ഡിഫറെൻറ്റ് സ്പീഷ്യസ്. ചക്കയുടെ അല്ലെങ്കിൽ മാവിൻ്റെ പോളൻ വന്നിട്ട് ഒരിക്കലും വേറൊരു പ്ലാന്റിൽ, മാവിലല്ലാതെ വേറെ എവിടെയും ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. റോങ്, കംപ്ലീറ്റ്ലി റാങ് അല്ലേ? അടുത്താണ് കോമ്പാറ്റിബിൾ പോളൻ, ദാറ്റ് ഈസ് റൈറ്റ് ടൈപ്പ് പോളൻ. ആ റൈറ്റ് ടൈപ്പ് പോളനെ നമ്മൾ സ്വീകരിക്കും. ആയിക്കോട്ടെ, വി ആർ അക്സെപ്റ്റിംഗ് ദ പോളൻ. പോളനെ അക്സെപ്റ്റ് ചെയ്തു, പോളനെ സ്വീകരിക്കുന്നു. കൺഗ്രാജുലേഷൻ മിസ്റ്റർ പോളൻ, യു ആർ അക്സെപ്റ്റഡ്. ശരിയല്ലേ? സ്വീകരിച്ചവർ. അവിടെ ആ അക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ദർ ഇസ് എ കണ്ടിന്യൂസ് ഡയലോഗ് ഡെലിവറി. അതായത് പോളൻ അങ്ങോട്ട് സംസാരിക്കുക. എടോ, ഞാൻ നിൻ്റെ അതേ സ്പീഷീസിൽപ്പെട്ട പ്ലാന്റിനെ പോളനാ, അപ്പോൾ സ്റ്റിഗ്മ ആണോ മിസ്റ്റർ പോളൻ? യെസ്. അവർ തമ്മിലുള്ളൊരു ഒരു ഡയലോഗ് ഡെലിവറിയാണ്. ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ദർ ഇസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കെമിക്കൽസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഇവർ 2 കെമിക്കൽ അങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുന്നു, ഇവർ ഇവിടുന്ന് 2 കെമിക്കൽ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യുന്നു. ആ 2 കെമിക്കൽസ് തമ്മിൽ കോമ്പാക്റ്റബിൾ ആയി കഴിഞ്ഞാൽ
accepted. പോളനെ സ്റ്റിഗ്മ സ്വീകരിച്ചു. Yes, Mr. Pollen, you are got അല്ലേ, അക്സെപ്റ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്. യെസ്, കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പോളൻ ആണല്ലോ. സോ പോളനെ സ്വീകരിച്ചു. പോളൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ യു നോ ദാറ്റ് പോളൻ ട്യൂബ് കം ഓൺ മാൻ, പോളൻ ട്യൂബ് എന്ന് പറയുന്നത് ഇൻറ്റൈൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഇൻറ്റൈൻഡ് എക്സ്റ്റൻഷൻ. കത്തിയോടാ ഗുയ്സേ. എടാ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. 60% ഓഫ് ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്ന എത്ര സെൽഡ് കണ്ടീഷനിലാണ്? പറ. 2 സെൽഡ് കണ്ടീഷൻ. എന്നാൽ ആ 60% ഓഫ് ആൻജിയോസ്പേമിന്റെ പോളനാണ് ഇവിടെ വന്നെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 സെല്ല് കാണാം. ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണാം, ഒരു ജനറേറ്റീവ് സെല്ലും കാണാം. അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലിന് ന്യൂക്ലിയസും കാണാം, ജനറേറ്റീവ് സെല്ലിന് ന്യൂക്ലിയസും കാണാം. ആണ്, കാരണം 60% ആൻജിയോസ്പേമാ. ഇവിടെ ഈ 60% ഓഫ് ആൻജിയോസ്പേമിന്റെ കേസിൽ ജനറേറ്റീവ് സെല്ലിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് പോളൻ ട്യൂബിനുള്ളിൽ വെച്ചിട്ടാണ്, പോളൻ ട്യൂബിനകത്ത് വെച്ചിട്ടാണ്. പക്ഷേ 40% ആൻജിയോസ്പേംസിലും, ഇൻ ദ 40% ഓഫ് ആൻജിയോസ്പേംസ് the generative cell undergo mitotic division in the plant itself. പ്ലാന്റിനകത്താണ് നടക്കുന്നത്. Got the point? അപ്പോൾ 2 ജനറേറ്റീവ് സെല്ലും, 2 മെയിൽ ഗ്യാമീറ്റും ഒരു വെജിറ്റേറ്റീവ് സെല്ലുമായിട്ട് യെസ് അവർ പോളൻ ട്യൂബ് ഈസ് കമ്മിങ്. എങ്ങോട്ടേക്ക്? ദ ഓവറിക്കകത്ത് ഒവ്യൂൾ. ഗോയ്സ് അണ്ടർസ്റ്റുഡ്. ഓവ്യൂളിനകത്ത് ഗോയ്സ് ആരാ? ഗോയ്സ് പറ. എംബ്രിയോ സാക്ക്. ഓവറി. ഇത് നമ്മുടെ ഓവറി. കത്തിയോ ഗോയ്സേ? ഓവറി. ആരാത്? ഒവ്യൂൾ. ഗോയ്സ് ആരാത്? ആരാ ഗോയ്സേ? എംബ്രിയോ സാക്കിലെ സിനർജിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പറ്റി കേട്ടിട്ടില്ലേ ഗോയ്സേ? കേട്ടിട്ടില്ലേ? സിനർജിഡ്സ്. നടക്കത്ത് കാണുന്നത് എഗ് സെല്ലാണ്. സിനർജിഡിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്, പേര് പറ. That is ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നറിയോ? They will secrete some chemicals. Mr. Pollen tube, come on in this way. ഈ വഴി വാ. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സയന്റിഫിക് ടേം പറയാ ഗോയ്സ്. പോളൻ ട്യൂബ് മൂവ് ചെയ്യുന്ന മൂവ്മെന്റ്, that is chemotropic movement towards the chemical. Got it? കേറിയപ്പോഴേക്കും ഗോയ്സേ നമ്മുടെ വെജിറ്റേറ്റീവ് സെൽ ബിക്കം ഡീജനറേറ്റ്. പിന്നെ ആകെയുള്ളത് 2 മെയിൽ ഗ്യാമീറ്റ് ആണ്. They will enter into the synergid through any one of the degenerating synergid. അപ്പോഴേക്കും അത് ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, 2 മെയിൽ ഗ്യാമീറ്റ് they will combine with the central cell, ശരിയല്ലേ, to form primary endosperm cell which contain a nucleus called primary endosperm nucleus. The other male gamete combine with the egg cell to form zygote. So that is double fertilization. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ? പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ കൂടി അങ്ങ് പഠിച്ചു വയ്ക്കാം. കത്തി. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ഒരു 70% ഒക്കെ ആയി. നമുക്ക് ഒന്നും കൂടി അങ്ങ് മുന്നോട്ടേക്ക് പോവാം. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ആർ എൻ്ററിങ് ടു ദ ലാസ്റ്റ് പാർട്ട്. ദാറ്റ് ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അല്ലേ? That is, the cell is known as primary endosperm cell and this is the nucleus, that is primary endosperm nucleus. കത്തിയോ? എൻ്റെ ഗുയിസേ, ഇവിടെ നടക്കാൻ പോകുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാലേ പറഞ്ഞോ,
പറഞ്ഞോ. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. ഫ്രീ അതായത് ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. ഫോളോഡ് ബൈ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് സൈറ്റോകൈനസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ വഴി ഉണ്ടാകുന്ന എൻഡോസ്പെർമിനെ എനിക്ക് മൾട്ടി ന്യൂക്ലിയേറ്റഡ് എൻഡോസ്പെർം എന്ന് വിളിക്കാം. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ വഴി ഉണ്ടാകുന്ന എൻഡോസ്പെർമിനെ എനിക്ക് മൾട്ടി ന്യൂക്ലിയേറ്റഡ് എൻഡോസ്പെർം എന്ന് വിളിക്കാം. അതിനുശേഷം സെൽ വാൾ ഫോർമേഷൻ നടന്നു. അങ്ങനെ ഉണ്ടാകുന്ന എൻഡോസ്പെർമിനെ എനിക്ക് ദാറ്റ് ഈസ് സെല്ലുലാർ എൻഡോസ്പെർം എന്ന് വിളിക്കാം. കത്തിയോ സെല്ലുലാർ എൻഡോസ്പെർം. So this is the major type of endosperm development in angiosperm, that is free nuclear endosperm development. ഇനി നമുക്ക് താഴെ നമുക്കറിയാവുന്ന കാര്യമാണ് സൈഗോട്ടിൻ്റെ ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 സ്റ്റേജായിട്ട് ഓർത്ത് വയ്ക്കുക. സൈഗോട്ട് പ്രോ എംബ്രിയോയി മാറുന്നു. ദാറ്റ് ഈസ് 2 സെൽഡ് കണ്ടീഷനാണ്. പ്രോ എംബ്രിയോ നിന്ന് പിന്നെ അത് ഗ്ലോബുലാർ എംബ്രിയോയി മാറുന്നു. ഗ്ലോബുലാർ എംബ്രിയോ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, ദെൻ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു മെച്ചർ എംബ്രിയോ. ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് PGHM. PGHM. ആൻഡ് ദിസ് ഈസ് ദ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഇൻ എവിടെ? ഇൻ ഡൈക്കോട്ടിലാണോ മോണോക്കോട്ടിലാണോ പറ സർ. ഡൈക്കോട്ടിലെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ പറയുന്നത്. PGHM. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചർ എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോൻ്റെ ഒരു ഫിഗർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 കോട്ടിലിഡോൺസ്. മോണോക്കോട്ട് എംബ്രിയോൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്യൂട്ടല്ലം. അത് നിങ്ങളൊന്ന് നോക്കണേ. സ്ക്യൂട്ടല്ലത്തിൻ്റെ പൊസിഷൻ മറക്കരുത്. They are located to the lateral side of the embryonal axis. ടെക്സ്റ്റ് ബുക്കിലെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്താണ്. They are located towards the lateral side of the embryonal axis. P എന്ന് പറയുന്നത് പ്രോ എംബ്രിയോൺ, G എന്ന് പറയുന്നത് ഗ്ലോബുലാർ എംബ്രിയോൺ, H എന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോൺ, ആൻഡ് M എന്ന് പറയുന്നത് മെച്ചർ എംബ്രിയോൺ. ഗുയ്സേ കത്തിയോ. പിന്നെ നമുക്ക് ഫ്രൂട്ടിലേക്ക് പോകാം, സീഡിലേക്ക് പോകാം. സീഡ്. പെരിസ്പേം കേൾക്കണോ? സാധാരണ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലേ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ന്യൂസെല്ലസ് അണ്ടർഗോ ഡീജനറേഷൻ. ന്യൂസെല്ലസിന് ഡീജനറേഷൻ സംഭവിക്കും. കാരണം ഒരു ന്യൂസെല്ലസ് മാത്രമാണ് ആർക്കിസ്പോറിയൽ സെല്ലായി മാറുന്നതും ആ ആർക്കിസ്പോറിയൽ സെല്ല് മെഗാസ്പോർ മദർ സെല്ലായി മാറുന്നതും. ബാക്കി എല്ലാ ന്യൂസെല്ലസും ദേ അണ്ടർഗോ ഡീജനറേഷൻ. ബട്ട് ചില സീഡുകളിൽ ന്യൂസെല്ലസ് അവിടെ റെമനൻസ് ആയി കിടക്കുന്നു. ദാറ്റ് ഈസ് പെർസിസ്റ്റ് ചെയ്ത് കിടക്കുന്നു, നിലനിൽക്കുന്നു. പെർസിസ്റ്റ് ആയി കിടക്കുന്നു. റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ഇൻ എ സീഡ് is known as remnants of nucellus is known as പറഞ്ഞു that is perisperm. ഒരു സീഡിൽ സീഡ് കോട്ട് ഉണ്ടെന്ന് പറയാം, ആയിക്കോട്ടെ. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഓവ്യൂളിൻ്റെ എൻവലപ്പുകളെ വിളിക്കുന്ന പേരാണ് ഇൻറ്റഗ്മെൻസ്. 2 ലെയറായിട്ടല്ലേ കിടക്കുന്നത്, ഔട്ടർ ഇൻറ്റഗ്മെൻസ് ആൻഡ് ഇന്നർ ഇൻറ്റഗ്മെൻസ്. ഓവ്യൂള് സീഡായിട്ട് മാറുമ്പോൾ ഒന്ന് നോക്കിക്കേ. ഓവ്യൂള് സീഡായി മാറുമ്പോൾ ഓവ്യൂളിൻ്റെ എൻവലപ്പ് ആരാടാ? ഇൻറ്റഗ്മെൻസ്. എന്തായി മാറുന്നു? പറഞ്ഞോ. ഓവ്യൂളിൻ്റെ എൻവലപ്പ് ഇൻറ്റഗ്മെൻസ് ആണ്. അപ്പോൾ ഓവ്യൂള് സീഡായി മാറുമ്പോൾ സീഡിൻ്റെ എൻവലപ്പ് ഗോയ്സ്, that is seed coat. 2 ഇൻറ്റഗ്മെൻസ് ഉണ്ട്. ഔട്ടർ ഇൻറ്റഗ്മെൻസ് ടെസ്റ്റേ ആയിട്ടും ഇന്നർ ഇൻറ്റഗ്മെൻസ് ടെഗ്മൻ ആയിട്ട് മാറുന്നു. ഔട്ടർ ടെസ്റ്റ സെറ്റല്ലേ. ഇന്നർ ടെഗ്മൻ. ഗോട്ട് ഇറ്റ്. ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗ്മൻ. ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെന്റ്.
ഇതേപോലെ തന്നെയാ ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഓവറി വാൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെരികാർപ്പ് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫ്രൂട്ട് വാൾ. 2 ടൈപ്പ് ഓഫ് സീഡ് ഉണ്ട്. ദാറ്റ് ഈസ് ആൽബുമിനസ് സീഡ് ഉണ്ട്, നോൺ ആൽബുമിനസ് സീഡും ഉണ്ട്. ഓർത്ത് വെക്കണേ. അല്ലെങ്കിൽ ഞാൻ പറയാം, ദാറ്റ് ഈസ് എക്സ് ആൽബുമിനസ്, എക്സ് ഇല്ല, എക്സ് ആൽബുമിനസ്, എക്സ് ആൽബുമിനസ്. അടുത്തത് ആൽബുമിനസ്. എക്സ് ആൽബുമിനസ് സീഡും ആൽബുമിനസ് സീഡും ഈ രണ്ട് ടൈപ്പ് ഓഫ് സീഡുകളും അതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഫ്രൂട്ടിലേക്ക് വാ ഗുയിസേ, ഫ്രൂട്ടിലേക്ക് വാ ഗുയിസേ. ട്രൂ ഫ്രൂട്ട് എന്ന് കേട്ടിട്ടില്ലേ, ഫോൾസ് ഫ്രൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്, ട്രൂ ഫ്രൂട്ട് ആൻഡ് ഫോൾസ് ഫ്രൂട്ട്. അതർ ദാൻ ഓവറി ടു ബിക്കം ഫ്ലഷി പാർട്ട്, അല്ലേ? അത് ടു ബിക്കം ഫ്രൂട്ട്, എഡിബിൾ പാർട്ടായി മാറാണ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കാം. ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓവറിയാണ് അവിടെ എഡിബിൾ പാർട്ടായിട്ട്, ഓവറിയാണ് അവിടെ ഫ്രൂട്ടായിട്ട് മാറുന്നത്. ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഫ്രൂട്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് അവിടെ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഓവറിൽ നിന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുന്നത്. സോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, കാരണം ഫെർട്ടിലൈസേഷൻ്റെ എൻഡ് പ്രൊഡക്റ്റ് സീഡാണ്. ആ സീഡിൽ എന്തില്ല? ഫ്രൂട്ട് കാണൂല. ഫ്രൂട്ടിൽ എന്ത് കാണൂല? സീഡ് കാണൂല. ഫ്രൂട്ടിൽ സീഡ് കാണില്ല. സച്ച് ഫ്രൂട്ട്സ് ആർ നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഫ്രൂട്ടിൻ്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഫ്രൂട്ടിനെ 3 ആയിട്ട് തിരിക്കാം. സിമ്പിൾ ഫ്രൂട്ട് എന്ന് കേട്ടിക്കണോ? രവ ശരിയല്ലേ? അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ക്ലിയർ? ഇതൊക്കെ ഫ്രൂട്ട് ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ട്, ശരിയല്ലേ? അതേപോലെ തന്നെ അടുത്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ് ഗുയിസെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്ട്രോബെറി. സിമ്പിൾ ഫ്രൂട്ട് അവയെ നമുക്ക് വീണ്ടും 2ആയി തരംതിരിക്കാം. ദാറ്റ് ഈസ് ഫ്ലഷി ഫ്രൂട്ട് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്. ഫ്ലഷി ഫ്രൂട്ട് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്. എടാ, പെരികാർപ്പിനെ 3 ലെയറായിട്ട്, എപ്പികാർപ്പായിട്ടും മീസോകാർപ്പായിട്ടും എൻഡോകാർപ്പായിട്ടും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാമെങ്കിൽ such fruits are known as fleshy fruits. അങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, യു കനോട്ട് ഡിസ്റ്റിങ്വിഷ്, then it is known as dry fruit. എപ്പികാർപ്പായിട്ടും മീസോകാർപ്പായിട്ടും എൻഡോകാർപ്പായിട്ടും ഫ്രൂട്ട് വാളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാമെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്ലഷി ഫ്രൂട്ട്. അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഡ്രൈ ഫ്രൂട്ട്. പറ കോക്കനട്ട് ഒരു ഫ്ലഷി ഫ്രൂട്ട് ആണോ ഡ്രൈ ഫ്രൂട്ട് ആണോ? എപ്പികാർപ്പില്ലേ, മീസോകാർപ്പില്ലേ, എൻഡോകാർപ്പില്ലേ? സുരേഷ് ഫ്ലഷി ഫ്രൂട്ട്. മാംഗോ എപ്പികാർപ്പില്ലേ, മീസോകാർപ്പില്ലേ, എൻഡോകാർപ്പുണ്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ് സ്ട്രോബെറി. അഗ്രിഗേറ്റ് ഫ്രൂട്ടിൽ നിങ്ങൾക്ക് ചെറിയ ഫ്രൂട്ട്ലെറ്റുകൾ കാണാൻ സാധിക്കും. ഫ്രൂട്ട്ലെറ്റ്, കാരണം ഇത് തലാമസ് ആണ്, അതിൻ്റെ ഫ്ലഷ്. കാരണം തലാമസ് ആണ് സ്ട്രോബെറിയിലെ എഡിബിൾ പാർട്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ ഫ്രൂട്ട്ലെറ്റുകൾ കാണാൻ സാധിക്കും. ഗോട്ട് ഇറ്റ്? ആ ഓരോ ഫ്രൂട്ട്ലെറ്റിനെയും വിളിക്കുന്ന പേര്, ഫ്രൂട്ട്ലെറ്റ് ഇൻ ദ സ്ട്രോബെറി. Fruitlet in the strawberry. Para. Fruitlet in the strawberry. Known as akene. Fruitlet in the strawberry is known as multiple fruit എന്ന് പറയുന്നത് which is developed from inflorescence. Inflorescence നിന്ന് ഡെവലപ്പ് ചെയ്ത ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. The last topic of the chapter, that is apomixis and polyembryon. ചോദിക്കുന്ന ചോദ്യം അപ്പോമിക്സിസും പോളി എംബ്രിയോണെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ
അവിടെ സീഡ് ഫോം ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോം ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ് ഫോം ചെയ്യും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതല്ലേ അപ്പോമിക്സിസ്. അങ്ങനെയാണെങ്കിൽ സീഡ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നടക്കുന്നില്ല, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇവിടെ നോക്കുക ഗുയിസേ, മെഗാസ്പോർ മദർ സെൽ കണ്ടോ? മെഗാസ്പോർ മദർ സെൽ. ആക്ച്വലി അതിന് മിയോസിസ് നടന്നിട്ടല്ലേ എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്. പകുതിയൊക്കെ സ്കിപ്പ് ചെയ്യൂട്ടോ, കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്. റൈറ്റ്. മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നില്ല. നോ മിയോസിസ്. ആഹാ, മിയോസിസ് ഇല്ല. എടാ, മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കും. അങ്ങനെയല്ലേ 4 മെഗാസ്പോർ ഉണ്ടാവുന്നത്. എടാ, 3 ഡീജനറേറ്റ് ചെയ്ത് പോവില്ലേ, ബാക്കി 1 മാത്രം നിൽക്കുന്നത്. കോൾഡ് ഫങ്ഷണൽ മെഗാസ്പോർ. കണ്ടിന്യൂസ് ആയിട്ട് കാരിയോകൈനസിസ് നടന്ന് 3 നടക്കൽ. ഗോട്ട് ഇറ്റ്. എംബ്രിയോ സാക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ മിയോസിസ് ഇല്ല എങ്കിൽ എംബ്രിയോ സാക്ക് N ആയിരിക്കോ 2N ആയിരിക്കോ? രവ 2N. മെഗാസ്പോർ മദർ സെൽ 2N ആണ്. അപ്പോ എംബ്രിയോ സാക്കിനകത്തിൽ കാണുന്ന എഗ് കട്ടയ്ക്ക് പറ N or 2N? 2N. കാരണം മിയോസിസ് ഇല്ലല്ലോ. ഈ എഗ്ഗാണ് ഗുയിസെ എന്തായി മാറുന്നത്? എംബ്രിയോ ആയി മാറുന്നത്. ഇതാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ചോദിക്കുന്ന ചോദ്യം, വേരിയേഷൻ ഉണ്ടോ അവിടെ? നോ. കാരണം ഫ്യൂഷൻ ഇല്ല. മെയിൽ ഗ്യാമിറ്റും ഫീമെയിൽ ഗ്യാമിറ്റും നമ്മൾ ഫ്യൂഷൻ ഒന്നുമില്ല. പാരന്റിന്റെ ക്യാരക്ടർ എന്തോ ആണോ അത് തന്നെയായിരിക്കും ഈ എംബ്രിയോ അടങ്ങിയ സീഡ്സ് വിൽ ഷോ. അപ്പൊ എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം, ഈ ജനങ്ങളോട് വിളിച്ചു പറയാം, that is, it shows 100% പാരന്റൽ ക്യാരക്ടർ. കത്തിയോടാ, 100% പാരന്റൽ ക്യാരക്ടർ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല. ഗോട്ട് ഇറ്റ്. 100% പാരന്റൽ ക്യാരക്ടർ ആയിരിക്കും അവർ കാണിക്കുന്നത്. കത്തിയോ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഹൈബ്രിഡിനെ കുറിച്ച് അറിയാലോ, F1. അവരെ നമ്മൾ ഒരു തവണ മാത്രമേ നമുക്ക് അവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. F1 സീഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. F1 സീഡ് എന്നല്ല, F1 അതായത് ഹൈബ്രിഡ്സുകളെ നമുക്ക് ഒറ്റ തവണ മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. വീണ്ടും അതിൻ്റെ സീഡുകൾ നമുക്ക് ഒരിക്കലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ പൊന്നു ഗോയ്സെ, അവിടെ സെഗ്രിഗേഷൻ നടക്കും. സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന്റെ സെഗ്രിഗേഷൻ നടക്കും. അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ജനറേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഈൽഡ് അല്ല രണ്ടാമത്തെ ജനറേഷൻ കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോമിക്സിന് കാരണമാവുന്ന ജീനുകളെ നമുക്ക് F1ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ F1ൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സീഡ് ഉണ്ടാവും. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോമിക്സിന് കാരണമാവുന്ന ജീനുകളെ എനിക്ക് F1 ഹൈബ്രിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് F1ൽ സീഡ് ഉണ്ടാവും, അതായത് എംബ്രിയോ ഉണ്ടാവും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ F1ന്റെ അതേ ക്യാരക്ടർ F1ൽ ഉണ്ടാവുന്ന സീഡുകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. So we can use the F1 seeds after transferring the apomictic genes. വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. കത്തി. ഇതാണ് നമുക്ക് അപ്പോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. The last topic of the point chapter ആണ്. That is polyembryony എന്ന് പറയുന്ന കേസ്. polyembryony. സാധാരണ ഒരു ഓവറിയിൽ ഒരു ഓവ്യൂളേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഉണ്ട് NCERT ടെക്സ്റ്റിൽ. ഒരു ഓവ്യൂളിൽ ഒരു എംബ്രിയോ സാക്കേ ഉള്ളൂ. ഒരു എംബ്രിയോ സാക്കിൽ ഒരു എഗ്ഗേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്. അങ്ങനെ വരുമ്പോൾ അവിടെ സാധാരണ ഒരു സൈഗോട്ട് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യാറുള്ളൂ. പക്ഷേ ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ
ഉള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണിക്. എക്സാമ്പിൾ പഠിച്ചേക്കണേ ഗുയിസേ, എക്സാമ്പിൾ പഠിച്ചേക്കണം. ദാറ്റ് ഈസ് മാംഗോ. ഓഹോ, മാംഗോ, പോളി എംബ്രിയോണിക് മാംഗോസ് അവൈലബിൾ ആണ്. സിട്രസ്, യെസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അതങ്ങ് കഴിയുമായി. വല്ലതും മനസ്സിലായായിരുന്നു? എന്താ അവസ്ഥ? മുകളിലേക്കാണോ നിങ്ങളൊക്കെ കൊടുക്കുന്നത്? പറ, എന്തെങ്കിലുമൊക്കെ പറ. വല്ലതും മനസ്സിലായായിരുന്നോ? അത് പോട്ടെ, ശരി, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നല്ലോ കേട്ടോ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ല വൈബ്രൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാമല്ലോ. തുടങ്ങി അടുത്ത ചാപ്റ്റർ, ദാറ്റ് ഈസ് ബയോ ടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ആ കൺസെപ്റ്റ് ഉള്ളൊരു ചാപ്റ്റർ പോലെ ഉള്ള വേറൊരു ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ബയോടെക്നോളജിയുടെ ബേർത്തിന് കാരണം, ഒരു ബയോടെക്നോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം രണ്ട് പ്രധാനപ്പെട്ട കോർ ടെക്നിക്സ് ആണ്. രണ്ട് കോർ ടെക്നിക്കുകളുടെ റിസൾട്ടായിട്ടാണ്. രണ്ട് പ്രധാനപ്പെട്ട കോർ ടെക്നിക്. അറിയാമെങ്കിൽ പറഞ്ഞോ. അരേസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, വേറൊരു ബ്രാഞ്ചാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഇത് മറ്റൊരു ബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു രണ്ട് ബ്രാഞ്ചുകളാണ്, ഈ രണ്ട് കോർ ടെക്നിക്കുകളുടെ റിസൾട്ടായിട്ടാണ് ഇവിടെ ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വരാൻ കാരണം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. എൻ്റെ പൊന്നു ഗോയ്സെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മുടെ എയിം ടു ഡെവലപ്പ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ എയിം. ആ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ആ ബയോറിയാക്ടറിൽ അങ്ങ് സെറ്റാക്കിയിട്ട് ബയോറിയാക്ടറിൽ അങ്ങ് പ്ലേസ് ചെയ്തിട്ട് യൂസ്ഫുൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. യൂസ്ഫുൾ പ്രോഡക്റ്റ് ചുമ്മാ എന്നല്ല, ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ അങ്ങ് ഉണ്ടാക്കാം. ഇൻഡസ്ട്രിയൽ സ്കെയിൽ ശരിയല്ലേ? അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോർ ടെക്നിക്ക് അവിടെ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോർ ടെക്നിക്ക് അവിടെ നിലനിൽക്കുന്നു. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എന്തുണ്ടാക്കാം? we will construct a genetically modified organism. ഇനി ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് വഴി ഈ കൺസ്ട്രക്ട് ചെയ്ത ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസിനെ വിൽ ട്രാൻസ്ഫർ ഇൻ ടു ദിസ് ബയോറിയാക്ടർ. എന്തിനു വേണ്ടി? ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രോഡക്റ്റുകൾ കിട്ടാൻ വേണ്ടി. ശരിയല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കും കോമൺലി യൂസ് ചെയ്യുന്ന ബയോറിയാക്ടർ എന്ന് പറയുന്നത് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറാണ്. അറിയാം. അത് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെ രണ്ട് ടൈപ്പ്? ആ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും ഉണ്ട്, അതേപോലെ തന്നെ സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ബയോറിയാക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിന് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ കൊടുക്കുകയാണ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഡക്റ്റുകൾ ഒരു ലാർജ് സ്കെയിലിൽ കിട്ടുള്ളൂ. അപ്പോൾ
അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ വി ആർ പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. നമ്മൾ കൊടുക്കണ്ടല്ലേ, അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം എന്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ കൊടുക്കാൻ അവിടേക്ക് എന്തൊക്കെ ഉണ്ട്? ഒരു ടെമ്പറേച്ചർ കൺട്രോളിംഗ് സിസ്റ്റം, ഒരു pH കൺട്രോളിംഗ് സിസ്റ്റം, ഒരു ഫോം കൺട്രോളിംഗ് സിസ്റ്റം, ഒരു അജിറ്റേഷൻ സിസ്റ്റം. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോഡക്റ്റുകളെ റിമൂവ് ചെയ്യാൻ വി ഹാവ് സാമ്പിളിംഗ് പോർട്ടുകളുണ്ട്. സാമ്പിളിംഗ് പോർട്ട്. പ്രോഡക്റ്റുകളെ റിമൂവ് ചെയ്യാൻ നമുക്കവിടെ സാമ്പിളിംഗ് പോർട്ടുകളുണ്ട്. സാമ്പിളിംഗ് പോർട്ട്. ഇപ്പം നമ്മളിവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ? ബയോടെക്നോളജിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബയോറിയാക്ടർ അങ്ങ് ഡിസ്കസ് ചെയ്ത് തീർക്കുവാണ് ആ ലാസ്റ്റ് സെഷൻ. ഇനി ചോദിക്കുന്ന കാര്യം, ഏത് ബയോറിയാക്ടർ ആയിക്കോട്ടെ, ലാർജ് സ്കെയിലിൽ പ്രൊഡക്റ്റ് കിട്ടി, ആ പ്രോഡക്റ്റുകളെ അപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ദേ ഹാവ് ടു അണ്ടർഗോ ദാറ്റ് ഈസ് ഏത് പ്രോസസ് പറ? ദേ ഹാവ് ടു അണ്ടർഗോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അവർ ഡൗൺ സ്ട്രീം പ്രോസസ്സിന് വിധേയമായിരിക്കണം. ദേ ഹാവ് ടു അണ്ടർഗോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. എങ്കിൽ മാത്രമായി ഡൗൺ സ്ട്രീം പ്രോസസ് കഴിഞ്ഞാൽ ഗോയ്സ് കൊണ്ടുപോയി വിൽക്കാം. വിറ്റൂടെ ഗോയ്സ്, വിറ്റൂടെ, പൈസ ഉണ്ടാക്കിക്കൂടെ? ദെൻ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. മാർക്കറ്റ് ആസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, 10% ഗുഡ് പ്രോഡക്റ്റ് അല്ലേ? സോ മാർക്കറ്റഡ് ആസ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാം നമുക്ക്. ഇൻ ടേംസ് ഓഫ് അല്ലേ, ഇൻസുലിൻ നമ്മൾ റീകോമിനൻ്റ് DNA ടെക്നോളജി വഴി ഉണ്ടാക്കിയതാണ്. അതിനെ ഹ്യൂമുലിൻ എന്ന പേരിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഹുമുലിൻ ഗോട്ട് ഇറ്റ്. ഹുമുലിൻ വേണോ? ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യം. ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോറിയാക്ടറിൽ നിന്ന് കിട്ടിയ സാധനം അപ്പം തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങളുണ്ട്. സെപ്പറേഷൻ നടത്തണം, പ്യൂരിഫിക്കേഷൻ നടത്തണം. ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് വരെ നടത്തേണ്ടി വരും. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് വേരി ചെയ്യുന്നു. അതേപോലെ അപ്പോൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്തിനാണ് ഓരോ പ്രൊഡക്റ്റ് ഡൗൺ സ്ട്രീം പ്രോസസ്സ് വേരി ചെയ്യുന്നു. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിലാണ് അല്ലേ? ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ ഉൾപ്പെടുന്ന വൺ ഓഫ് ദ ടെക്നിക്കാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ്. അതെല്ലാം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതവിടെ തീർന്നു. ആ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന പാർട്ട് അങ്ങ് തീർന്നു. ഇനി നമുക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കൺസ്ട്രക്റ്റ് ചെയ്യണം ഗുയ്സേ. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസിനെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ജീന് വേണം. ജീൻ എന്താ ടേം അല്ലേ? ജീൻ വേണം. ജീൻ ഇല്ലാതെ പറ്റൂല. ജീൻ വേണമെങ്കിൽ ജീൻ അടങ്ങിയ DNA അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതായത് ജെനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസിലും ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ്. സോ അതുകൊണ്ട് ഞാൻ അവിടെ DNA എടുക്കുന്നു. സോ ജെനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യണം. ശരിയല്ലേ? ജെനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യണം. ഒരു സെല്ലിനകത്ത് ജെനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ആ ജെനറ്റിക് മെറ്റീരിയലിനോടൊപ്പം തന്നെ അത് പ്യുവർ ഫോമിലല്ല കിടക്കുന്നത് അല്ലേ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻ. കേട്ടിട്ടില്ലേ ഗുയ്സേ? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് കേട്ടിട്ടില്ലേ? ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും അല്ലേ? 5 ടൈപ്പ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻ കേട്ടില്ലേ? H2A, H2B, H3, H4, H1 അല്ലേ? പ്രോട്ടീൻ ഉണ്ട്. സെല്ലായതുകൊണ്ട് മെംബ്രെയിനിൽ ലിപ്പിഡ് കാണാം. കാർബോഹൈഡ്രേറ്റ് കാണാം, അതും കാണാം. അതേപോലെ തന്നെ ജെനറ്റിക് മെറ്റീരിയലിനോടൊപ്പം എൻ്റെ പൊന്നു ഗുയ്സേ RNAയും കാണാം. സ്മോൾ എമൗണ്ട് ഓഫ് RNA ഒക്കെ കാണാം. നമുക്ക് വേണ്ടത് DNA ആണ്. പ്രോട്ടീൻ വേണോ? വേണ്ടെന്നേ. ലിപ്പിഡ് വേണോ? വേണ്ടെന്നേ. കാർബോഹൈഡ്രേറ്റ് വേണോ? വേണ്ടെന്നേ.
എങ്കിൽ ഒഴിക്കെ ഗുയിസെ ഡൈജസ്റ്റിംഗ് എൻസൈംസ്. പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈജസ്റ്റിംഗ് എൻസൈം ഒന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. പ്രോട്ടിയേസ്. ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ലിപ്പേസ്. കാർബോഹൈഡ്രേറ്റ്സ് RNAs. എന്നാൽ കുറച്ചും കൂടി DNA കൂടെ ഒഴിക്കാം, വേണ്ടല്ലേ, നമുക്ക് DNA വേണമല്ലോ. സോ അങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു സെല്ലിൽ നിന്നാണ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആ സെല്ലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണേ. ഓൾ ദിസ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. ഗോട്ട് ഇറ്റ്. അല്ലാതെ DNA അടങ്ങിയ പ്രോട്ടീൻ അങ്ങനെ നല്ല ട്രീറ്റ് ചെയ്യുന്നത് ഒരു സെല്ലിനെയാണ്. ഒരു കൂട്ടം സെൽസ്. ഒരു സെല്ലിനൊക്കെ കൈകൊണ്ട് കിടക്കാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഒരു കൂട്ടം സെൽസുകളെ ഞാൻ ഡൈജസ്റ്റിംഗ് എൻസൈംസുമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നു. പ്രോട്ടിയേസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു, ലിപ്പേസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു, കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു, ആൻഡ് RNAs ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ജനറ്റിക് മെറ്റീരിയൽ DNA കിട്ടും. കാരണം അവിടെ പിന്നെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, DNA മാത്രമേ ഉള്ളൂ. DNA പ്യുവർ ഫോമിൽ കിട്ടാൻ വേണ്ടി, ആ പ്യുവർ ഫോം ഓഫ് DNA കിട്ടാൻ വേണ്ടി ഗുയ്സ് നാണൊഴിക്കുന്നു. പറ. നല്ല ചിൽഡ് എത്തനോൾ അങ്ങ് ഒഴിക്കുകയാണ്. ചിൽഡ് എത്തനോൾ ഒഴിക്കടാ. ചിൽഡ് എത്തനോൾ അങ്ങ് സെറ്റാക്ക. ചിൽഡ് എത്തനോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്യുവർ ഫോമിൽ കാണുന്ന ജനറ്റിക് മെറ്റീരിയൽസ് അടിയിൽ കിട്ടി. ഗോട്ട് ഇറ്റ്. ആ ജനറ്റിക് മെറ്റീരിയലിനെ, പ്യുവർ ഫോമിൽ കാണുന്ന ആ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, നമ്മൾ എടുക്കും. ഗോട്ട് ഇറ്റ്. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പൂളിംഗ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. എന്താ നമ്മുടെ ലക്ഷ്യം? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസിനെ കിട്ടണം. ഞാനൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണോ? അല്ല. കാരണം എന്നിലൊരു എക്സ്ട്രാ ജീൻ വേണം, എന്നിലൊരു ഫോറിൻ ജീൻ വേണം. അപ്പോൾ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ യു റിക്വയർ എ ഫോറിൻ ജീൻ. ദ ജീൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ DNA ഓർ ദ ജനറ്റിക് മെറ്റീരിയൽ. ശരിയല്ലേ? ആ ജനറ്റിക് മെറ്റീരിയൽ പ്യുവർ ഫോമിലല്ല കിടക്കുന്നത്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെനി മാക്രോ മോളിക്യൂൾസ്. ലിപ്പിഡു നമ്മുടെ മൈക്രോ മോളിക്യൂൾസ്, മിനി ബയോമോളിക്യൂൾസിൻ്റെ കൂടെയാണ് കിടക്കുന്നത്, റൈറ്റ്? ഇവരിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയലിനെ പ്യുവർ ഫോമിൽ കിട്ടാൻ ട്രീറ്റഡ് ദ സെൽസ് വിത്ത് ഡൈജസ്റ്റിംഗ് എൻസൈംസ്, പ്രോട്ടിയേസ്, ലിപ്പേസ്, കാർബോഹൈഡ്രേറ്റ്സ്, RNAs ഒക്കെ ഉപയോഗിച്ച് പ്യുവർ ഫോമിൽ കിട്ടാൻ ഞാൻ ചിൽഡ് എത്തനോളും ഞാൻ അപ്ലൈ ചെയ്തു. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ DNA അവിടെ സെപ്പറേറ്റ് ആയി അടിയിൽ കിടന്നു. അതിന് ഞാൻ സ്പൂളിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് വഴി ഞാൻ എടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പൂളിംഗ് വഴി കിട്ടിയ പറ ഗുയിസേ, ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ? സ്പൂളിംഗ് വഴി കിട്ടിയ ജനറ്റിക് മെറ്റീരിയൽ ഇല്ലേ? ഉണ്ട്. ആ ജനറ്റിക് മെറ്റീരിയൽ എവിടെയോ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിടക്കുന്നില്ലേ? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ പിന്നെ എന്തിനാ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എടുക്കുന്നത്? സോ ദിസ് ഈസ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജസ്റ്റ് അസ്യൂം. ആ ജനറ്റിക് മെറ്റീരിയലിനെ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കിട്ടണമെങ്കിൽ ഗുയിസേ, ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയലിനെ കട്ട് ചെയ്യേണ്ടി വരില്ലേ? യെസ്. ഒരു ലീനിയർ DNA നിങ്ങൾ n സ്ഥലത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാട്ടോ, ഒന്നുമില്ല. n സ്ഥലത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ you will get n+1 fragments. n സ്ഥലത്ത് കട്ട് ചെയ്തോ you will get n+1 fragments. അല്ല, ആരെ ഉപയോഗിച്ചാ കട്ട് ചെയ്യുന്നത്? That is restriction enzymes. Got it.
ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ആ ഫ്രാഗ്മെൻസുകളെ അല്ലെങ്കിൽ ആ ജെനറ്റിക് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസുകൾക്കും അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ ടേം വന്നു, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ ഗുയ്സേ നിങ്ങൾ 4 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. രവ 4 കാര്യങ്ങൾ, റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ 4 കാര്യങ്ങൾ അവിടെ സെറ്റാക്കിക്കോ. ഒന്ന്, റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഹിസ്റ്ററി, അതായത് ഒരു ഡിസ്കവറി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇൻ ദ ഇയർ ഓഫ് 1963. റെസ്ട്രിക്ഷൻ എൻസൈംസ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസും. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ അടുത്തത് അവരുടെ ക്ലാസിഫിക്കേഷൻ അല്ല, അതാണ് ടൈപ്പ്. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ നെയിമിങ്, എങ്ങനെ അവർക്ക് പേര് കൊടുക്കാം, അതൊക്കെ സിമ്പിളല്ലേ. അടുത്തത് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ. ഈ 4 കാര്യങ്ങളാണ് പഠിച്ചാൽ ഇതവിടെ സെറ്റാവും. എങ്ങനെ കണ്ടുപിടിച്ചു? ഡിസ്കവറി, എത്ര ടൈപ്പ്, എങ്ങനെ പേര് കൊടുക്കാം, എങ്ങനെയാണ് അവരുടെ ആക്ഷൻ. ഡിസ്കവറി ഞാൻ പറയും 1963 ഈക്കോളൈ സെല്ലിൽ എക്സ്പീരിമെൻ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആർബറും ലിന്നും ഒരു ബാക്ടീരിയോഫേജിനെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ റിസൾട്ടായിട്ട് അവർ ആ ഈക്കോളൈ സെല്ലിൽ 2 എൻസൈംസ് കണ്ടുപിടിച്ചു. 2 എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. പേര് കൊടുക്കാൻ കാരണം ബാക്ടീരിയോഫേജിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. വേറൊരു സാധനം കൂടി അവർ കണ്ടുപിടിച്ചിരുന്നു, നോൺ ആസ് മെത്തിലൈസ്. അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. മെത്തിലൈസ്. കത്യോ യെസ്. ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ പ്രൊക്കാരിയോട്സ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് പ്രൊക്കാരിയോട്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. കാരണം ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സമയത്ത് അവരുടെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം. ദാറ്റ് ഈസ് മെയിൻലി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ടൈപ്പ് 2 ടൈപ്പ് ഉണ്ട്, എക്സോന്യൂക്ലിയസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്. അതിൽ നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളെയാണ് നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗിന് വേണ്ടി സെറ്റാക്കി ഉപയോഗിക്കുന്നത്. ഗോട്ട് ഇറ്റ്. പേര് കൊടുക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. ജീനസ് നെയിമിലെ ആദ്യത്തെ 2 ലെറ്റർ, ജീനസ് നെയിമിലെ ആദ്യത്തെ ലെറ്റർ, ആവേശം കൊണ്ട് കൂടിപ്പോയതാണ്. ജീനസ് നെയിമിലെ ആദ്യത്തെ ലെറ്റർ, സ്പീഷ്യസ് നെയിമിലെ ആദ്യത്തെ 2 ലെറ്റർ. ക്ലിയർ? അടുത്ത ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദി സ്ട്രെയിൻ, 4th ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ദി സ്ട്രെയിൻ, and the Roman number indicates the order in which enzyme is extracted, the order in which enzyme is extracted. ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പേര് പറ. ഇക്കോ R1. ഓയ് ഹിൻഡ് 2. എൻ്റെ പൊന്നു ഗുയ്സെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, they will identify a specific sequence. Repeat ചെയ്തേ. എന്താ പറയുന്നത്? Restriction endonuclease. They will identify a specific sequence. പേര് പറടാ. That is recognition sequence. എന്താ പേര്? Recognition sequence. Or also known as restriction sequence, or also known as restriction sequence, or also known as എന്ത് സീക്വൻസ് ആണ്? റെസ്ട്രിക്ഷൻ സീക്വൻസ്. ഈ ഒരു സ്പെസിഫിക് സീക്വൻസുകളെ ഓല ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഈ സ്പെസിഫിക് സീക്വൻസിനകത്ത കട്ട് ചെയ്യുന്നത്.
ജനറലി ഈ റെക്കഗ്നിഷൻ സീക്വൻസ് റേഞ്ചിങ് ഫ്രം 4 മുതൽ 6 ബേസ് പേസ്, കുറച്ചുകൂടി ഇലാബറേറ്റ് ആയി പറയാം, 4 മുതൽ 8 ബേസ് പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ജനറലി ദേ ആർ റേഞ്ചിങ് ഫ്രം 4 to 8 ബേസ് പേസ്. അങ്ങനെയാണെങ്കിൽ ഇക്കോ ആർവണിനും ഇതേപോലെ ഒരു സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്, GAA TTC. തിരിച്ച് ഓപ്പോസിറ്റ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 ബേസ് പെയർ, 6 ബേസ് പെയർ ഉള്ള ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് ഇക്കോ ആർവണിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹിൻഡ് 2 എന്ന് പറയുന്ന റെക്കഗ്നിഷൻ സീക്വൻസിനും അതേപോലെ തന്നെ ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ സെറ്റ് കേട്ടോ. അപ്പോൾ ഇക്കോ ആർവണിന് റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സീക്വൻസ് ഉണ്ട്. അതേപോലെ ഹിൻഡ് 2 ഉണ്ട് റെസ്ട്രിക്ഷൻ സീക്വൻസ്. ഇക്കോ ആർവൺ എന്താ വെച്ചാൽ ഈ സീക്വൻസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. ഗോയ്സ് DNA എവിടെയെങ്കിലും നോക്കും, ഉണ്ടോ നോക്കും. ഗോട്ട് ഇറ്റ്. കഴിഞ്ഞാൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അതിനകത്തായിരിക്കും അവർ കട്ട് ചെയ്യുക ഈ സീക്വൻസ്. അതേപോലെ ഹിൻഡ് 2 ഒരു സ്പെസിഫിക് സീക്വൻസ്, ആ സീക്വൻസിലും ഇങ്ങനെ 6 ബേസ് പേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഗോട്ട് ഇറ്റ്. GTC GAC അതാണ് ആ സീക്വൻസിന്റെ പേര്, GTC GAC. ആവശ്യമില്ല, ഓർത്ത് വെച്ചാൽ മതി. ഓർത്ത് വെക്കേണ്ട കേട്ടോ, കാരണം സിലബസിലില്ല. സിലബസിൽ നമുക്ക് ഹിൻഡ് 2 6 ബേസ് പേസ് എന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. മെക്കാനിസം ഓഫ് ആക്ഷൻ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസുകളുടെ ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ അവരെങ്ങനെ ആക്ട് ചെയ്യും? ആദ്യം അവർ ആ റെക്കഗ്നിഷൻ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണല്ലോ ആദ്യത്തെ സ്റ്റേജ്. എന്നിട്ട് ഇവർ ഈ റെക്കഗ്നിഷൻ സീക്വൻസ്, ഞാൻ ഇവിടെ എഴുതാണേ, ദിസ് ഈസ് ദ റെക്കഗ്നിഷൻ സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു സീക്വൻസ് ഉണ്ടല്ലോ. എൻ്റെ പൊന്നു ഗോയ്സെ, കത്തിച്ച് പറ എന്നോട്. ഇല്ലേ? ഏതാ അത്? CTTAAG. ഈ ഒരു റെക്കഗ്നിഷൻ സീക്വൻസിൽ എങ്ങനെ കട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, റെക്കഗ്നിഷൻ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് റെക്കഗ്നിഷൻ സീക്വൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് മാറി ലിറ്റിൽ അവേ ഫ്രം ദി സെൻറ്റർ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻഡുകളെ പറ, എൻഡുകളെ നമ്മൾ എന്തുണ്ടെന്ന് വിളിക്കും ഗോയ്സ്? പറ ഗോയ്സേ. സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കും, കത്തിയോ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദ്യം, സർ സെൻറ്ററിലാണോ കട്ട് ചെയ്യുന്നതെങ്കിൽ such ends are known as blunt end. അങ്ങനെയുള്ള എൻഡുകളെ വിളിക്കുന്ന പേരാണ് ബ്ലണ്ട് എൻഡ്. അത് പരിപാടി കഴിഞ്ഞു. വല്ലതും കത്തുന്നുണ്ടോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് അങ്ങ് കാട്ട് ചെയ്തപ്പോൾ ഗുയ്സേ, ആഫ്റ്റർ റെസ്ട്രിക്ഷൻ ഡൈജഷൻ. എന്താ ടേം? ആഫ്റ്റർ റെസ്ട്രിക്ഷൻ ഡൈജഷൻ. റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്തു, കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയല്ലോ ഗുയ്സേ മെനി ഫ്രാഗ്മെന്റ്സ്. ഇഷ്ടം പോലെ ഫ്രാഗ്മെന്റ്സ് കിട്ടിയോ? യെസ്. എത്ര ഫ്രാഗ്മെന്റ്സ് കിട്ടി സർ? N+1 ഫ്രാഗ്മെന്റ്സ് കിട്ടി. വെരി ഗുഡ്. ഈ ഫ്രാഗ്മെന്റ്സുകളിൽ ഒരു ഫ്രാഗ്മെന്റ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാഗ്മെന്റ്സുകളെ നമുക്ക് എന്ത് ചെയ്യണം? ഇഷ്ടംപോലെ ഫ്രാഗ്മെന്റ്സുകളെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്യാൻ നടക്കില്ല കേട്ടോ. എങ്കിൽ മാത്രമല്ലേ ഗോയ്സെ എനിക്ക് എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുമോ? പറ. സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കിനെ വിളിക്കുന്ന പേര് റെവ അഗാറോസ് ജെൽ ഇലക്ട്രോ
electrophoresis. Agarose gel electrophoresis. മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ടാവും അല്ലേ? സർ DNA എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്ഡാ. വെരി ഗുഡ്. അവനെ നമ്മൾ യെസ് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ? ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ? ഇത്ര രസകരമായ കാര്യം ജെൽ ഇലക്ട്രോഫോറസിസ്. രണ്ട് എൻഡ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു കാഥോഡ് എൻഡ് ഉണ്ട്, ആഹാ. ഒരു ആനോഡ് ഉണ്ട്, ഓഹോ. സോറി, ഇതൊക്കെ കാഥോഡ് എൻഡ് കേട്ടോ, ഇതൊക്കെ കാഥോഡ് എൻഡ് ആണ്. ഇവരെ വെല്ലെന്ന് വിളിക്കും. അതെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് ദേ വിൽ മൂവ് ഫ്രം. പറ, എവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്? മൂവ് ഫ്രം എവിടുന്ന്? കാഥോഡ് ടു ആനോഡ്. ശരിയല്ലേ? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പറക്കുന്നു. ഗോട്ട് ഇറ്റ്? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഏതിലൂടെ? ഒരു ജെല്ലിലൂടെ, ഒരു മാട്രിക്സ്, ഒരു ജെൽ. ഗോട്ട് ഇറ്റ്? ആൻഡ് ദാറ്റ് ജെൽ പ്രൊവൈഡ് സീവിങ് എഫക്റ്റ്. ആ ജെൽ എന്ത് എഫക്റ്റാണ് കൊടുക്കുന്നത്? സീവിങ് എഫക്റ്റ് കൊടുക്കുന്നു, ഒരു അരിപ്പയായിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് സീവിങ് എഫക്റ്റ്. എന്ത് എഫക്റ്റാണ്? സീവിങ് എഫക്റ്റ്. ഗോട്ട് ഇറ്റ്? സീവിങ് എഫക്റ്റ് കൊടുക്കുന്ന സമയത്ത് സൈസ് കൂടിയ DNA ഫ്രാഗ്മെന്റുകൾ ഇവിടെ തന്നെ കിടക്കും. എനിക്ക് വയ്യ മൂവ് ചെയ്യാൻ, എന്നെ കൊണ്ട് പറ്റൂല. ഗുയ്സ് അണ്ടർസ്റ്റുഡ്? സൈസ് കൂടിയ DNA ഫ്രാഗ്മെന്റ്സ് അവിടെ കിടക്കും. എന്നെ കൊണ്ട് വയ്യേ. ഗോട്ട് ഇറ്റ്? സൈസ് കുറഞ്ഞ DNA ഫ്രാഗ്മെന്റ്സ് അങ്ങ് പറക്കും ഗുയ്സ്. പറക്കും മീൻസ് മൂവിങ് ഗുയ്സ്. യെസ്, ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ വരുന്നു. സോ സൈസ് കൂടിയ DNA ഫ്രാഗ്മെന്റ്സ് അവിടെ നിന്നു. ഇപ്പോൾ സൈസ് കൂടിയ DNA ഫ്രാഗ്മെന്റ്സ് കാഥോഡ് സൈഡിലായിരിക്കും കാണുന്നത്. എൻ്റെ അമ്മേ, ഈ വിട്ടുപോയി. സൈസ് കുറഞ്ഞ DNA ഫ്രാഗ്മെന്റ്സ് കാണുന്ന ആനോഡ് സൈഡിലായിരിക്കും. ഗോട്ട് ഇറ്റ്? സൈസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഗുയ്സേ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എലൂഷൻ. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ജെല്ലിലുള്ള DNA ഫ്രാഗ്മെന്റ്സുകളെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ വിത്ത് യുവർ നേക്കഡ് ഐ? പോസിബിൾ അല്ല. കാരണം ജെല്ല് ഒരു ട്രാൻസ്പാരൻ്റാണ്. ഈ DNA ഫ്രാഗ്മെന്റ്സും ഏകദേശം ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു വൈറ്റിഷ് നേച്ചർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് അവരെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജെല്ലിൽ കാണുന്ന DNA ഫ്രാഗ്മെന്റ്സുകളെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജെല്ലിനെ നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യും. എത്തിഡിയം ബ്രോമൈഡ്, ഓർക്കടാ, മനസ്സിലാക്കടാ, എത്തിഡിയം ബ്രോമൈഡ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വിഷ്വലൈസ് ആവും നമുക്ക് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് UV ലൈറ്റ്. ലൈക്ക് എന്ത് ബാൻഡായിട്ട്? ഓറഞ്ച് കളേർഡ് ബാൻഡായിട്ട് നമുക്ക് വിഷ്വലൈസ് ആവും. ഗോട്ട് ഇറ്റ്? ഇപ്പം എന്താ സംഭവിച്ചത്? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി, എലൂഷൻ വഴി കിട്ടി. ആ ജീനിനെ എൻ്റെ പൊന്നു ഗുയ്സ, ജീനിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ. എന്തെങ്കിലൊന്നും പറയാത്ത ജീനിന് എന്ത് ചെയ്യണം? കട്ടയ്ക്ക് പറ. ജീനിന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ. യു ഡോണ്ട് യൂസ് ദിസ് ലോക്കൽ ടേം ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കല്ലേ. പകരം സ്റ്റാൻഡേർഡ് വേർഡ് ഉപയോഗിക്കുക ഗുയ്സെ. സ്റ്റാൻഡേർഡ് വേർഡ് ഉപയോഗിക്കുക. ഏതാ? ക്ലോണിങ്. ഏതാണ്? ക്ലോണിങ്. ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് രണ്ട് വാക്കുകളാണ്, ജീൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ജീൻ ക്ലോണിങ്. ക്ലോണിങ് ചെയ്യാൻ രണ്ട് വഴികൾ. ഏതൊക്കെയാ ക്ലോണിങ് ചെയ്യാൻ രണ്ട് വഴികൾ? ഒന്നാമത്തെ വഴി that is in vivo gene cloning. Got it? ഒന്നാമത്തെ വഴിയാണ് ഇൻ വിവോ ജീൻ ക്ലോണിങ്.
രണ്ടാമത്താണ് ഇൻവിട്രോ ജീൻ ക്ലോണിങ്. രണ്ടാമത്തതാണ് ഇൻവിട്രോ ജീൻ ക്ലോണിങ്. ഇപ്പൊ ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉമ്മക്ക് രണ്ട് വഴി. ഒന്നാമത്തതാണ് ഇൻവിവോ ജീൻ ക്ലോണിങ്, രണ്ടാമത്തതാണ് ഇൻവിട്രോ ജീൻ ക്ലോണിങ്. ഇൻവിട്രോ ജീൻ ക്ലോണിങ് എൻ്റെ ഗോയ്സെ, ഇൻവിവോ ജീൻ ക്ലോണിങ് ക്യാൻ ബി പെർഫോംഡ്. ഇൻവിവോ ജീൻ ക്ലോണിങ് ആരുടെ സഹായത്തോടു കൂടി ചെയ്യാം? എന്നോട് പറ ആരുടെ സഹായത്തോടു കൂടി ചെയ്യാം? യെസ്, ക്ലോണിങ് വെക്റ്റർ. ക്ലോണിങ് വെക്റ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇൻവിവോ ജീൻ ക്ലോണിങ് ചെയ്യുന്നത്. ഇൻവിട്രോ ജീൻ ക്ലോണിങ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ഇതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന 3 സ്റ്റെപ്പുകളിലൂടെ പോകുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. 30 സൈക്കിൾ കഴിഞ്ഞാൽ 1 ബില്യൺ കോപ്പീസ് കിട്ടുന്ന പ്രോസസ് അല്ലേ? എങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടത്? കാരി മുള്ളിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച പ്രോസസ്, നൊബൽ സമ്മാനം കിട്ടിയ പ്രോസസ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. പ്രൈമർ ഉപയോഗിക്കുന്ന പ്രോസസ്, ഒന്നും രണ്ടൊന്നല്ല, സോറി കേട്ടോ, 2 സെറ്റ് പ്രൈമർ ഉപയോഗിക്കുന്ന പ്രോസസ്. ദാറ്റ് ഈസ് ഫോർവേഡ് പ്രൈമർ ആൻഡ് റിവേഴ്സ് പ്രൈമർ. എത്ര സൈക്കിൾ കഴിഞ്ഞാൽ എത്ര കോപ്പി കിട്ടും? യെസ്, ഒരു ചെറിയ മാത്സ് പ്രോബ്ലം ഉപയോഗിക്കുന്ന പ്രോസസ്. ദാറ്റ് ഈസ് 2n ആഗോയ്സ് 2n. കിട്ടി മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടി. ദാറ്റ് ഈസ് ഇൻവിട്രോ ജീൻ ക്ലോണിങ് ബൈ യൂസിങ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എടാ ഗോയ്സേ, ഇതൊരു DNA സെഗ്മെന്റ്. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക. ഗോട്ട് ഇറ്റ്? ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം പ്രൈമർ പോയി ആഡ് ചെയ്യുക. That process is called primer annealing. അതിനുശേഷം നമ്മൾ ന്യൂക്ലിയോടൈഡുകൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ നടക്കും. ഓർത്ത് വെക്കണം ഗുയ്സെ, പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്ന ഏത് ഡയറക്ഷൻ? 5' to 3' ഡയറക്ഷൻ. Got it? അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. That is DNA dependent DNA polymerase. DNA dependent DNA polymerase ആണ്. ഏത് എൻസൈമാണ് ഉപയോഗിക്കുന്നത്? That is Taq polymerase, which is obtained from Thermus aquaticus. Thermus aquaticus എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്ന എൻസൈമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. That is 5' to 3' ഡയറക്ഷനിലായിരിക്കും പ്രൈമറിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നത്. Got it? 2n copies will get. ഇൻവിവോ ജീൻ ക്ലോണിങ്ങിലേക്ക് പോകാടാ. ഇൻവിവോ ജീൻ ക്ലോണിങ് എൻ്റെ ഗോയ്സെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത് വെക്റ്റർ? ക്ലോണിങ് വെക്റ്റർ. ഒരു ക്ലോണിങ് വെക്റ്റർ ആണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം? ഒരു ക്ലോണിങ് വെക്റ്റർ ആകണമെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം? 1ഉം 2ഉം പോരാ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. സെലക്റ്റബിൾ മാർക്കർ വേണം. Got it? ക്ലോണിംഗ് സൈറ്റ് വേണം. ഇതൊക്കെയാണ് എന്തിൻ്റെ ഫീച്ചേഴ്സ്? ഒരു ക്ലോണിംഗ് വെക്റ്ററിൻ്റെ ഫീച്ചേഴ്സ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, സെലക്റ്റബിൾ മാർക്കർ വേണം, അതേപോലെ തന്നെ എന്തും വേണം. വേം പറ. ക്ലോണിംഗ് സൈറ്റ്. സെലക്റ്റബിൾ മാർക്കറായിട്ട് ഗുയ്സെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളെയാണ്. സെലക്റ്റബിൾ മാർക്കറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളെയാണ് നമുക്ക് സെലക്റ്റബിൾ മാർക്കറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ഏതൊക്കെയാണ് സെലക്റ്റബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാണ്? ഒരു ക്ലോണിംഗ് വെക്ടറിന് എക്സാമ്പിൾ സെറ്റ് ആക്കാവോ? ഒരു ക്ലോണിംഗ് വെക്ടർ, ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ, ദാറ്റ് ഈസ് PBR322. അതിൻ്റെ സ്ട്രക്ചർ NCERT ടെക്സ്റ്റിലുണ്ട്, പഠിക്കണം. ഏതൊക്കെയാണ് അതിലെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ? ദാറ്റ് ഈസ് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. അവിടെ എത്ര ക്ലോണിംഗ് സൈറ്റ് ലൊക്കേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. അതൊക്കെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇനി സെലക്റ്റബിൾ മാർക്കർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യൂസിങ് സെലക്റ്റബിൾ മാർക്കർ?
സെലക്റ്റബിൾ മാർക്കർ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫർമെൻസിനെയും അല്ലെങ്കിൽ ഒന്നും കൂടിയും പറയാം, യെസ്, ട്രാൻസ്ഫർമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും നോൺ ട്രാൻസ്ഫർമെൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫർമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും നോൺ ട്രാൻസ്ഫർമെൻസിനെ എലിമിനേറ്റ് ചെയ്യുക, നോൺ ട്രാൻസ്ഫർമെൻസിനെ വേണ്ട, നോൺ ട്രാൻസ്ഫർമെൻസിനെ എലിമിനേറ്റ് ചെയ്യുക, ടു എലിമിനേറ്റ് ദി നോൺ ട്രാൻസ്ഫർമെൻസ്. ബട്ട് PBR 322 യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർമെൻസിനെയും നോൺ ട്രാൻസ്ഫർമെൻസിനെയും, അതായത് PBR 322 ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർമെൻസിനെയും നോൺ ട്രാൻസ്ഫർമെൻസിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ കംപർസം പ്രൊസീജിയർ. ഇച്ചിരി ഡിഫിക്കൽട്ട് ഏറിയ പ്രോസസ്സാണ് വെൻ യു ആർ യൂസിങ് PBR 322 ആസ് സെലക്റ്റബിൾ മാർക്കർ ആയിട്ട് PBR 322 എന്ന് പറയുന്ന ക്ലോണിംഗ് വെക്റ്റർ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർമെൻസിനെയും നോൺ ട്രാൻസ്ഫർമെൻസിനെയും, ട്രാൻസ്ഫർമെൻസ് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വേണ്ടത് നമുക്ക് ട്രാൻസ്ഫർമെൻസ് ആണ് ഔട്ട് ഓഫ് നോൺ ട്രാൻസ്ഫർമെൻസ്. ഇൻ ട്രാൻസ്ഫർമെൻറ്റ് വി റിക്വയർ റീകോമ്പിനൻസ് ഔട്ട് ഓഫ് നോൺ റീകോമ്പിനൻസ്. എൻ്റെ പൊന്നു ഗുയ്സേ, സെലക്ഷൻ ഡിഫിക്കൽട്ടാണ് PBR 322 ഉപയോഗിക്കുകയാണെങ്കിൽ. സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ് ഫ്രം നോൺ റീകോമ്പിനൻസ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. ഞാനേ ഡിഫിക്കൽട്ടാന്നേ പറയുന്നുള്ളൂ, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്ക് ഉണ്ട്, ദാറ്റ് ഈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നോൺ ആസ് റെപ്ലിക്ക പ്ലേറ്റിംഗ് ടെക്നിക്ക്, റെപ്ലിക്ക പ്ലേറ്റ് ടെക്നിക്ക്. ഈ ഒരു ടെക്നിക്ക് വഴി നിങ്ങൾക്കത് പോസിബിൾ ആണ്. യു വിൽ ഐഡൻറ്റിഫൈ ദ റീകോമ്പിനൻസ് ആൻഡ് യു വിൽ ഐഡൻറ്റിഫൈ ദ റീകോമ്പിനൻസ്. നിങ്ങൾ റീകോമ്പിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബൈ ദിസ് ടെക്നിക്ക്. പക്ഷേ എന്തിനാ ഗുയ്സ ഇത്രയും കഷ്ടപ്പെടുന്നത്? ക്ലോണിംഗ് വെക്ടർ മാറ്റിയാൽ പോരെ? മാറ്റാലോ. അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു ക്ലോണിംഗ് വെക്ടറാണ് പക് 18 ക്ലോണിംഗ് വെക്ടർ. P stands for plasmid, U stands for University of Calicut, California. പക്കേറ്റ്. ഇത് വെച്ച് എൻ്റെ പൊന്നു ഗോയ്സേ, റീകോമ്പിനൻസ് ഒക്കെ അല്ലേ തിളങ്ങില്ല. ഗോട്ട് ഇറ്റ്. കാരണം റീകോമ്പിനൻസിൻ്റെ കളർ നോൺ റീകോമ്പിനൻസ് എനിക്ക് ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും, ആൻഡ് ഞാൻ പറഞ്ഞ തിളങ്ങില്ല. ആൻഡ് റീകോമ്പിനൻസ് എനിക്ക് വൈറ്റ് കളറിൽ കാണാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ക്ലോണിംഗ് വെക്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് പറയാനുള്ളത്. സോ നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ജീൻ ക്ലോണിങ്ങും കഴിഞ്ഞു, ഇൻവിട്രോ വഴി ജീൻ ക്ലോണിങ് കഴിഞ്ഞു, അതേപോലെ തന്നെ ഇൻവിവോ വഴി ജീൻ ക്ലോണിങ് കഴിഞ്ഞു. എന്താ ഇനി എളുപ്പം? സിമ്പിൾ അല്ലേ? അരെ യാർ ഗുയ്സേ, ഇങ്ങോട്ട് നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ജീൻ ക്ലോണിങ് എല്ലാം കഴിഞ്ഞത് പിന്നെ എന്താ ഗുയ്സേ നോക്കുന്നത്? ട്രാൻസ്ഫർ ചെയ്യടാ, അല്ലേ? ദാറ്റ് ഈസ് ജീൻ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യേ ഗുയ്സേ, ട്രാൻസ്ഫർ ചെയ്യേ. 2 ടൈപ്പ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ഉണ്ടല്ലോ. ഏതൊക്കെയാ ഗുയ്സ്? ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ആൻഡ് ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. അരെ വാ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറും ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറും അറിയോ ഗുയ്സേ വല്ലതും? ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറും ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറും. ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ആണ് നമ്മൾ പറയുന്ന ജീൻ ഗണ്ണ്, അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ്. യെസ്. അപ്പോൾ പറഞ്ഞേ ഒന്നാമത്തെ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ജീൻ ഗൺ. അരെ വാ, ജീൻ ഗൺ അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് എന്നൊക്കെ പറയും. അടുത്തത് മൈക്രോ ഇഞ്ചക്ഷൻ. അതെല്ലാം ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ. ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ഗോയ്സ് അഗ്രോ ബാക്ടീരിയം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, റിട്രോ വൈറസ്. ഗോട്ട് ഇറ്റ്. അഗ്രോ ബാക്ടീരിയം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക്
പ്ലാന്റ് സെൽസുകളിലേക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാം. അത് പ്ലാന്റ് സെൽ എന്ന് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റ് സെൽസിലേക്ക് മാത്രമായിരിക്കും എനിക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഗോട്ട് ഇറ്റ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. റിട്രോ വൈറസ് ഉപയോഗിച്ചുകൊണ്ട്, പാപ്പിലോമ വൈറസ് ഉപയോഗിച്ചുകൊണ്ട് ഗോയ്സ് അനിമൽ സെൽസിലേക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാം. ചെയ്തോ? നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ലേ, സാർ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ കൂടുതൽ സക്സസ്? സിമ്പിൾ, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ആണ് കൂടുതൽ സക്സസ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്. അഗ്രോബാക്ടീരിയത്തിൻ്റെ പ്ലാസ്മിഡിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചേക്കണേ. TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ജീൻ ട്രാൻസ്ഫർ സക്സസ് ആവുന്നു. ഗോട്ട് ഇറ്റ്. ആ സെല്ലിനെ, അതായത് ആ ജീൻ ട്രാൻസ്ഫർ നടന്ന സെൽ, ദാറ്റ് ഈസ് ജെനറ്റിക്കലി മോഡിഫൈഡ് സെല്ലിനെ, ഇപ്പോൾ ഒരു പ്ലാന്റിലേക്കാണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്ലാന്റിലേക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ട്രാൻസ്ഫർ ഇൻ ടു എ പ്ലാന്റ് സെൽ. ആ ജീനിനെ ഒരു പ്ലാന്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പ്ലാന്റ് സെല്ലിനെ ടിഷ്യൂ കൾച്ചറിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. ടിഷ്യൂ കൾച്ചറിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ പ്ലാന്റ് ഒരു ഹോൾ പ്ലാന്റ് ആയി മാറുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എല്ലാ പ്ലാന്റ് സെൽസിലും കാണുള്ളൂ. കത്തി. വീണ്ടും പറയാണ്, ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റിലേക്ക് നിങ്ങൾക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു പ്ലാന്റ് സെല്ലിലേക്ക് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിനെ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്യണം. അങ്ങനെ മീഡിയത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ഹോൾ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എല്ലാ സെൽസുകളിലേക്കും കിട്ടുള്ളൂ. ഗോട്ട് ഇറ്റ്. അതൊരു പ്ലാന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ സെല്ലിനെ കൊണ്ടുപോയിട്ട് ബയോറിയാക്ടറിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. ദെൻ യു വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ? നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2 ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതേപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഒരു പുതിയ ചാപ്റ്റർ പഠിപ്പിക്കണം എന്നൊന്നും അല്ലായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആ ചാപ്റ്റർ എങ്ങനെ പഠിച്ചാൽ എങ്ങനെ ഓർത്ത് നിൽക്കാം എന്ന് നിങ്ങളെ ഒന്ന് റെപ്രസെൻറ്റേഷൻ വഴി കാണിക്കണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ടായിരിക്കും. സോ ഗോയ്സ്, സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.